ആ അനുഭാവികളും അമ്മമാരെല്ലാം എന്ന് എണ്ണീറ്റിരിക്കുന്നേ. ध्वज प्रणाम 1 2 3। मातृभूमे नमस्ते सदा वत्सले मातृभूमे त्वया हिन्दुभूमे सुखं वर्तितोऽहम् महामङ्गले पुण्यभूमे तदार्थे पतद्वेषकायो नमस्ते नमस्ते प्रभो शक्तिमन् हिन्दुराष्ट्राङ्गपूता इमे सादरं त्वां नमामो वयम् तदीयाय कार्याय बद्धा कटीयम् शुभामाशिषं देहि तत्पूर्तये अचय्याञ्च विश्वस्य देहि सशक्तिम् सुशीलं जगद्वेन नम्रं भवेत् श्रुतं चैव यत्कण्डकाकीर्णमार्गम् स्वयं स्वीकृतन्नः सुखं कारयेत् समुत्कर्ष निःश्रेयसस्यैकमुग्रम् परं साधनं नाम वीरव्रतम् ततन्द स्फुरत्वक्षया ध्येयनिष्ठा वृतन्द प्रजाकर्तुतीव्रानिशम् विजयत्री जना संहता कार्यशक्ति विधायास्य धर्मस्य संरक्षणम् परं वै भवन्नेतु मे तस्वराष्ट्रम् समर्था भवत्वा शिशादे वृषम् भारत माता की जय। ध्वज प्रणाम 1 2 3 संघ आरंभ। കേസരി ഉദ്ഘാടനം. ആദ്യ കേസരി കൈമാറുവാൻ വേണുസ്വാമി അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു.
പുസ്തക പ്രകാശനം. രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ 1925 രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്ഥാപിതമായി ഇന്നേക്ക് 100 വർഷം തികയുന്ന ഈ വിജയദശമി ദിനത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 1925 മുതൽ 64 വർഷം വരെയുള്ള സംഘത്തിന്റെ വളർച്ചയും അതോടൊപ്പം തന്നെ സംഘം സമാജത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ചെയ്ത കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു മുഖമൊഴി. പുനലൂർ ജില്ലയുടെ പ്രജാപ്രമുഖ് ശ്രീ കൃഷ്ണകുമാർ ജി അവർകൾ നമ്മുടെ അധ്യക്ഷനും പൂർവ സൈനിക പരിഷത്തിന്റെ അധ്യക്ഷൻ കൂടിയായ ടി.പി. രാധാകൃഷ്ണൻ അവർക്ക് കൈമാറുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാർക്കും അനുഭാവികൾക്കും കസേരയിലായിട്ടിരിക്കാവുന്നതാണ്. നീതഗണ ഒഴിച്ച് ബാക്കിയുള്ളവരും ദക്ഷ പുരോഹിത് അർദ്ധാമൃത് പുരോഹിത് മുന്നോട്ട് സ്തവ് അർദ്ധാമൃത് നീതഗണ സമ്പത് ബാക്കിയുള്ളവർ ദക്ഷ ഉപ നീതഗണ ദിപത പ്രതി സര ഏകവത വാമ സര ദിപത ദക്ഷിണ സര ആരം ഗണ ദക്ഷ നിയുദ്ധ സിദ്ധ ഭൂമിവന്തൻ പ്രതി സര ഗണ ദക്ഷ പ്രതിസര ദിവാരം ഹൃ പ്രയോഗ സിദ്ധ പാദഹസ്ത പ്രഹാർ ചതുഷ്ക
मुष्टि प्रहार द्वय प्रहार दो मुष्टि प्रहार चतुष्का गणा दक्ष आ एम स्वस्थ ആ വ്യായാമം ചെയ്യുന്ന ആൾക്കാർ മുന്നോട്ട് ഇവിടെ ചെയ്തില്ല. അജീഷ് ആലമൂട് ആ ഇരുന്നായിരുന്നു. ആ പുറകിലിരിക്കുന്ന ആൾക്കാർ ഉത്തിഷ്ഠ ആ മുന്നിലേക്ക് ഇരിക്കുന്ന ഡോട്ടിലേക്ക് ഒന്ന് സമ്മതമാവണേ. സമ്മേക്കാട്ടേക്കണം സമ്മേക്ക്. सावधान. संघ तक्ष उपा विषि. ഫ്രണ്ടിലിരിക്കുന്ന അഗ്രേസർ വ്യായാമയോഗം കാണിച്ചു തരും. അതനുസരിച്ച് വേണം ബാക്കി മുഴുവൻ ആൾക്കാരും ചെയ്യാൻ. सावधान. व्यायाम योग 1 विभाग सगा 1 2 3 4 5 6 7 8 संयोजक योग 1 2 3 4 5 6 7 8 व्यायाम योग 2 विभाग सगा 1 2 3 4 5 6 7 8 संयोजक योग विभाग सगा 1 2 3 4 5 6 7 8 व्यायाम योग 3 विभाग सगा 1 2 3 4 5 6 7 8 संयोजक योग 1 2 3 4 5 6 7 8
व्यायाम योग 4 विभाग शका 1 2 3 4 5 6 7 8 संयोजक योग 1 2 3 4 5 6 7 8 स्वस्थ ഗണഗീതം ഗണഗീതമാണ്. എല്ലാവരും ഏറ്റുചൊല്ലണം. ശതകോടി ജന്മ പുണ്യത്തിനാലേ നമ്മൾ സഹജാതരായി സ്വയം സേവകരായി സകല സുഖങ്ങളും പെറ്റ നാടിന്നഴൽ മിഴിനീരു പോക്കുവാൻ മാറ്റിവെച്ചോർ ശതകോടി ജന്മ പുണ്യത്തിനാലേ നമ്മൾ സഹജാതരായി സ്വയം സേവകരായി സ്വയമേ വരിച്ച മുൾപാതയിൽ നാം ഒരേ സഹന സഞ്ചാരികളായിരുന്നോർ അനുഗാമികൾക്കു പൂമ്പാത തീർക്കാനഗ്നി വഴിയിൽ ഗമിക്കുവോരാണു നമ്മൾ ശതകോടി ജന്മ പുണ്യത്തിനാലേ നമ്മൾ സഹജാതരായി സ്വയം സേവകരായി പെരുമയും പേരും പ്രതാപഗർവങ്ങളും പതികർ നാം എന്നേ പരിത്യജിച്ചോർ മൃതിയുണ്ടു വഴിയിലെന്നാലുമെന്നാദർശ സ്മൃതിയിൽ കരുത്തിൻ കവചമാർന്നോർ ശതകോടി ജന്മ പുണ്യത്തിനാലേ നമ്മൾ സഹജാതരായി സ്വയം സേവകരായി അഹമരിക്കും വീരവ്രതവും സുശീലവും അകതാരിലെന്നും കൊളുത്തിവെച്ചോർ അകലെയാണെൻ ധ്യേയലക്ഷ്യമെന്നാകിലും അടിതെറ്റി വീഴാബലം വരിച്ചോർ ശതകോടി ജന്മ പുണ്യത്തിനാലേ നമ്മൾ സഹജാതരായി സ്വയം സേവകരായി ഇനിയേറെ ദൂരമുണ്ടെങ്കിലും നാം ഒരേ
മനമോടെ നീങ്ങണം ലക്ഷ്യമെത്താൻ. കൊടുവയിൽ തീയിൽ നാം വാടാതിരിക്കുവാൻ സംഘബോധിത്തണൽ ശാഖ പൂകാം. ശതകോടി ജന്മപുണ്യത്തിനാലീ നമ്മൾ സഹജാതരായി സ്വയം സേവകരായി നിന്ദിക്കുവോരും സ്തുതിക്കുവോരും ആത്മബന്ധുക്കളെന്നു നിനച്ചിടുന്നോൻ. അവനെന്നും ആധാരശിലയായി വാഴണം. ഇതു സംഘജീവിത സ്നേഹസാരം. ശതകോടി ജന്മപുണ്യത്തിനാലീ നമ്മൾ സഹജാതരായി സ്വയം സേവകരായി ശതകോടി ജന്മപുണ്യത്തിനാലീ നമ്മൾ സഹജാതരായി സ്വയം സേവകരായി പരിചയപ്പെടുത്തൽ. സംഘം ശതാബ്ദിയുടെ നിറവിലെത്തി നിൽക്കുന്ന ഈ വിജയദശമി ദിനത്തിൽ ഈ പൊതുപരിപാടിയുടെ അധ്യക്ഷനായി എത്തിയിരിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതനായ ടി.പി. രാധാകൃഷ്ണൻ ചേട്ടൻ അവറുകളാണ്. അദ്ദേഹം സൈന്യത്തിൽ നിന്നും സേവനം അനുഷ്ഠിച്ചതിന് ശേഷം പൂർവ്വ സൈനിക പരിഷത്തിന്റെ സ്ഥാപകരിൽ ഒരാളായും അതിന്റെ സെക്രട്ടറിയായും അധ്യക്ഷ പദവും അലങ്കരിച്ച് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു. എസ്.ആർ. കൃഷ്ണകുമാർജി. അദ്ദേഹം പൂർണ്ണൂർ ജില്ലാ പ്രചാർ പ്രമുഖാണ്. പട്ടാഴി പൊന്മാലവട്ടം ശാഖ സ്വയംസേവകനാണ്. അദ്ദേഹം മെഡിക്കൽ കമ്പനി മാനേജറായി വർക്ക് ചെയ്യുന്നു. കെ. ശ്യാം, കോട്ടുകൽ മണ്ഡലത്തിന്റെ സഹകാര്യവാഹ്. അദ്ദേഹം ബിസിനസ് സംരംഭവുമായി മുന്നോട്ട് പോകുന്നു. അധ്യക്ഷ പ്രഭാഷണം. അമൃതവചനം. പരംപൂജനീയ ഗുരുജി പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും ഞാൻ ഭാരതത്തിന്റെ തൽപ്പേരിന് ഒരു കുറവും വരാൻ അനുവദിക്കില്ല എന്നും വ്യക്തിപരമായ മാനാഭിമാനത്തിന് ഉപരിയായി ഏകനിഷ്ഠനായി ഞാൻ രാഷ്ട്രസേവനം ചെയ്യുമെന്നും പറയുന്നതാണ് ദേശീയ ചരിത്രം. വ്യക്തിഗീതം. അധ്യക്ഷ പ്രഭാഷണം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഒരു എളിയ പ്രവർത്തകനായി ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ സാധിക്കുന്നു എന്ന അഭിമാനത്തോടെ സംഘത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന രണ്ട് വാക്കുകൾ. 1925 സെപ്റ്റംബർ 27 മഹാരാഷ്ട്രയിലെ നാഗപ്പൂരിലെ റേഷംബാഗ് എന്ന സ്ഥലത്ത് ഡോക്ടർ ജി യുടെ നേതൃത്വത്തിൽ 17 ബാലന്മാരുമായി രൂപം കൊണ്ട് അങ്ങനെ 18 പേരടങ്ങുന്ന
അവർ രൂപം കൊടുത്ത അല്ലെങ്കിൽ അദ്ദേഹം ബീജഭാവം ചെയ്ത ഈ സംഘടന ഇന്ന് ഭാരതത്തിലെമ്പാടും ലോകത്താകമാനമായി കോടാനുകോടി സ്വയം സേവകരെ വഹിച്ചുകൊണ്ടുള്ള ഒരു വടവൃക്ഷമായി നിലകൊള്ളുന്നു. ഈ വടവൃക്ഷ തണലിൽ ആ തണലിലിരിക്കുവാനുള്ള ഭാഗ്യം ഭാരതത്തിൽ ജനിച്ച നമുക്കും വിദേശത്തുള്ള സ്വയംഭകർക്കും ലഭിക്കുന്നു എന്നുള്ള ആത്മസംതൃപ്തിയോടെ നമുക്ക് അന്ന് ഈ സംഘത്തിന് വേണ്ടി പ്രയത്നിച്ച അല്ലെങ്കിൽ സംഘത്തിന് ബീജഭാവം ചെയ്ത ആ പുണ്യാത്മാവിന്റെ മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കാം. അതുകൂടാതെ അന്ന് മുതൽ ഇന്നു വരെയുള്ള സംഘത്തിന് വേണ്ടി പ്രയത്നിച്ചവരും ഇഹലോകവാസം വെടിഞ്ഞവരും സംഘത്തിന്റെ ആത്മാക്കളുമായിരുന്ന അനേകം പ്രചാരകന്മാർ, സംഘചാലകന്മാർ, അവർക്കെല്ലാം നമുക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഇന്നത്തെ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. യഥാർത്ഥത്തിൽ 2002 ഞാൻ എൻ്റെ സൈനിക സേവനം മതിയാക്കി ഇവിടെ വരുന്ന സമയത്താണ് സംഘവുമായിട്ട് അടുക്കാനുള്ള അവസരം എനിക്കുണ്ടായത്. 1940 കേരളത്തിൽ സംഘം രൂപപ്പെട്ടത്. 80ഓടുകൂടി 2-3 പ്രാന്തമായി വിഭജിച്ച പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും അതോടുകൂടി സംഘത്തിന്റെ വളർച്ച ഇന്നുള്ളതിലേക്ക് എത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടാവുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നാം എല്ലാം ഈ കുടക്കീഴിൽ അല്ലെങ്കിൽ ഈ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ഈ തണലിരിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണക്കാരന് ലഭിക്കുന്നതല്ല. ഈ അടുത്ത സമയത്ത് സർസംഘചാലകനോട് ഒരാൾ ചോദിച്ചിരുന്നു, സംഘത്തിൽ വന്നാൽ എന്ത് ലഭിക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞ മറുപടി, സംഘത്തിൽ വന്നാൽ ഒന്നും ലഭിക്കില്ല, മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ളത് കൂടി നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞത്. അതെല്ലാത്തിനും അതിന് മറുപടിയായിരുന്നു അത്. സ്വാമി വിവേകാനന്ദ സ്വാമികൾ സഞ്ചരിച്ച സമയത്ത് അദ്ദേഹത്തോട് വിദേശി ചോദിച്ചു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, ഭാഷാ പണ്ഡിതനാണ്, പക്ഷേ ഭാരതത്തിലുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസമല്ല, അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവരെ പരമദരിദ്രരാണ്, അവരെ നിങ്ങൾ എങ്ങനെ ആകർഷിക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഞ്ചസാര ഒരു നുള്ളു അവിടെ വെച്ച് കഴിഞ്ഞാലും ഉറുമ്പ് അവിടെ എത്തും, പക്ഷെ പഞ്ചസാരയ്ക്ക് ഉറുമ്പിനെ തേടി പോകേണ്ട കാര്യമില്ല. അതാണ് സംഘം. ഈ സംഘത്തിലൂടെ എനിക്ക് ലഭിച്ച വൈദഗ്ധ്യങ്ങൾ, ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ ലഭിച്ച വൈദഗ്ധ്യങ്ങൾ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനൊന്ന് ആരോഗ്യവാനായിട്ടിരിക്കുന്നുള്ള കാര്യം പറയുമ്പം എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 30 വർഷ സൈന്യ സേവനം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ സംഘത്തെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലെ മറ്റ് പ്രശ്നങ്ങളുമായിട്ട് ഒതുങ്ങിക്കൂടിയ സമയത്താണ് എന്നെ ഈ സംഘത്തിലേക്ക് അടുപ്പിക്കുന്നത്. അതിൻ്റെ മുഖ്യ കണ്ണി എന്ന് പറയുന്നത് മധുവാണ്, കാവടിയിൽ മധു. അങ്ങനെ ഞാൻ ഈ സംഘമായി എടുക്കുകയും ഈ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ ഇവിടുത്തെ കാര്യവാഹായിരിക്കുകയും അത് കഴിഞ്ഞ് ഇടയമംഗലം കണ്ടിട്ട് സഹസംഘചാലായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. ശാരീരിക ബുദ്ധിമുട്ടുള്ള കാരണത്താൽ ഞാൻ ഈ ചുമതലകളൊക്കെ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. അതേപോലെ തന്നെ എന്നെ പരിചയപ്പെടുത്തിയപ്പം പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ ചുമതലയെ പറ്റി പറഞ്ഞിരുന്നു. നിലവിൽ ഞാൻ അതിന്റെ ചുമതലയിൽ അല്ല ഇപ്പോൾ ഉള്ളത്. ഈ വർഷം നടന്ന പുതിയ തെരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ പദവി മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തു കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ ആ സംഘടനയായിട്ടുള്ള ബന്ധം ആജീവനം നിലനിർത്തും. അതേപോലെ തന്നെ ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന ഈ സംഘടനയുടെ അവിഭാജ്യ ഘടകമായി മരിക്കുവോളം പ്രവർത്തിക്കണമെന്നും അവസാനം സംഘപ്രാർത്ഥന കേട്ട് എൻ്റെ ജീവൻ വെടിയണമെന്നുമുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ആഗ്രഹവും. അത് ഞാൻ എന്നും മറക്കാതെ എവിടെയും പറയും. സംഘപ്രസ്ഥാനത്തിലൂടെ വളർന്നു വരുന്ന കുട്ടികൾ വ്യക്തിപരമായും സമൂഹത്തിനും ഈ രാഷ്ട്രത്തിനും നിലകൊള്ളും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം അവരെ ഈ സംഘശാലകളിലൂടെ പഠിപ്പിച്ചു വിടുന്നത് അത്തരം കാര്യങ്ങളാണ്. ശാരീരികമായും മാനസികമായും ബൗദ്ധിക തലത്തിലും അവർക്ക് എല്ലാ അറിവുകളും ഒരു മണിക്കൂർ ലഭിക്കുന്ന 1 മണിക്കൂറിൽ കിട്ടുന്ന ശാഖാതലത്തിലൂടെ അവർക്ക് ലഭ്യമാക്കാൻ കഴിയും. അങ്ങനെ സമൂഹത്തിൽ നല്ല കുട്ടികളായി വളർന്നു വന്ന് സ്വയം സേവകരിലൂടെ പ്രവണകളിലൂടെ സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം തീർച്ചയായിട്ടും ലഭിക്കുക സംഘശാഖയിലൂടെയാണ് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഞാൻ അനുഭവസ്ഥനാണ്. ഈ പ്രസ്ഥാനത്തെ ഇനിയും ഒരുപാട് വളർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. 100 വർഷം കഴിഞ്ഞ് 101ാമത് വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ 100 വർഷക്കാലം ഈ സംഘടന ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും അതിലുപരി
പ്രയാസങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടാണ് ഇന്ന് ഈ വളർന്ന് ഞാൻ ഈ മുൻപ് പറഞ്ഞതുപോലുള്ള ഒരു വടവൃക്ഷമായി നിലകൊള്ളുന്ന കാര്യം പറയുമ്പോൾ എന്തുമാത്രം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ പൂർവ്വസൂരികൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ബലിദാനികളായെന്ന് ഓർക്കുക. 1940 സംഘം രൂപം കൊണ്ടതിന് ശേഷം കേരളത്തിൽ മാത്രം ഏതാണ്ട് 290ഓളം ബലിദാനികൾ നമുക്കുണ്ടായി. ആ ബലിദാനി കുടുംബങ്ങളുടെ, അവരുടെ അമ്മമാരുടെ, അവരുടെ സഹോദരിമാരുടെ സ്നേഹാദരവ് കൊണ്ട് മാത്രമാണ് ഇന്ന് ഓരോ സ്വയം സേവകനും അവരുടെ വീട്ടുകളിൽ ചെന്നാൽ പോലും ഇന്ന് സാധാരണയായിട്ട് മറ്റുള്ള പാർട്ടിക്കാർ 5 സ്റ്റാർ ഹോട്ടലുകളിലും 3 സ്റ്റാർ ഹോട്ടലുകളിലും AC റൂമുകളിൽ അവരുടെ കമ്മിറ്റികളും മറ്റു പരിപാടികളും ആസൂത്രണം ചെയ്യുമ്പം നമ്മുടെ പ്രചാരകന്മാർ ഓരോ ഭവനങ്ങളിൽ ചെന്ന് ആ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം വെറും നിലത്ത് പായിൽ തലയണ പോലും ഉപയോഗിക്കാതെ കിടന്നുറങ്ങുന്ന സാഹചര്യങ്ങളാണുള്ളത്. എൻ്റെ വീട്ടിൽ വന്ന് അനേകം പ്രാവശ്യം പ്രചാരകന്മാർ വന്നിട്ടുണ്ട്. ഞാൻ അനുഭവസ്ഥനാണ്. അവർ വലിയ ഡ്രസ്സും കൊണ്ടുവരും. രാത്രിയിൽ അത് കഴുകി ഉണക്കി പിറ്റേ ദിവസം അത് ധരിച്ചുകൊണ്ടാണ് അടുത്ത പ്രദേശത്തേക്ക് പോകുന്നത്, അടുത്ത പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും ത്യാഗങ്ങൾ സഹിക്കുന്ന ആ പ്രചാരകന്മാരുടെ കീഴിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇതിൽ പരം പുണ്യം വേറെ ഒന്നുമില്ലാതെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ധരിക്കുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഭൗതികന് വേണ്ടി വന്നിരിക്കുന്ന ശ്രീ കൃഷ്ണകുമാർജി എനിക്കേറെ പരിചയമുള്ള സഹോദരനാണ്. ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ഇന്നത്തെ ഭൗതികന് വേണ്ടി ക്ഷണിക്കുന്നു. വ്യക്തിഗീതം. കാലവും നിഷ്പന്ദമാകുന്നൊരു വിശ്വരൂപ പ്രദർശനം കണ്ടു നമ്മൾ. കാലാതിവർത്തിയാം സംഘക്കരുത്തിന്റെ രൂപപ്രകർഷം നുകർന്നു നമ്മൾ. രൂപപ്രകർഷം നുകർന്നു നമ്മൾ. കാലവും നിഷ്പന്ദമാകുന്നൊരു വിശ്വരൂപ പ്രദർശനം കണ്ടു നമ്മൾ. 1 കോടി ജന്മം തപം ചെയ്തുണർത്തിയ നടരാജ താണ്ഡവ ദർശനത്തിൽ 1 കോടി ജന്മം തപം ചെയ്തുണർത്തിയ നടരാജ താണ്ഡവ ദർശനത്തിൽ ഒരു സർഗനാദ മനോഹരം ഭേദിച്ച പാഞ്ചജന്യം മുഴക്കിയിടുകയായി. പാഞ്ചജന്യം മുഴക്കിയിടുകയായി. കാലവും നിഷ്പന്ദമാകുന്നൊരു വിശ്വരൂപ പ്രദർശനം കണ്ടു നമ്മൾ. 1000 കണ്ണും ശിരസ്സും പദങ്ങളുമായി വളർന്നേറും വിരാടരൂപം. 1000 കണ്ണും ശിരസ്സും പദങ്ങളുമായി വളർന്നിടും വിരാടരൂപം. വിശ്വം ജയിച്ചാർഷധർമ്മം ജയിക്കുവാൻ നിശ്ചയം ചെയ്തു നാം ഈ നിമിഷം. നിശ്ചയം ചെയ്തു നാം ഈ നിമിഷം. കാലവും നിഷ്പന്ദമാകുന്നൊരു വിശ്വരൂപ പ്രദർശനം കണ്ടു നമ്മൾ. ചെന്നിണത്താലും വിയർപ്പാലുമാദർശ കൽപ്പതരോവിനെ പോറ്റിയോരേ. ചെന്നിണത്താലും വിയർപ്പാലുമാദർശ കൽപ്പതരോവിനെ പോറ്റിയോരേ. കാണുകി തേൻകനി ചൂടിയ മാമരം ശാഖകളായി പടർന്നേറിടുന്നു. ശാഖകളായി പടർന്നേറിടുന്നു. കാലവും
നിഷ്പന്ദമാകുന്നൊരു വിശ്വരൂപ പ്രദർശനം കണ്ടു നമ്മൾ. നഷ്ടപ്രതാപങ്ങളൊക്കെയും നേടുവാൻ കഷ്ടതയൊക്കെ വരിച്ചവരെ, നഷ്ടപ്രതാപങ്ങളൊക്കെയും നേടുവാൻ കഷ്ടതകളൊക്കെ വരിച്ചവരെ, നഷ്ടമാവില്ല പ്രയത്നങ്ങളൊക്കെയും പുഷ്ടമായി സംഘസങ്കൽപ്പം, പുഷ്ടമായി സംഘസങ്കൽപ്പം. കാലവും നിഷ്പന്ദമാകുന്നൊരു വിശ്വരൂപ പ്രദർശനം കണ്ടു നമ്മൾ. നാടിൻ്റെ നന്മകൾക്കായി ബലിഹൗര്യമായി ജീവിതം ഹോമിച്ച സേവകരെ, നാടിൻ്റെ നന്മകൾക്കായി ബലിഹൗര്യമായി ജീവിതം ഹോമിച്ച സേവകരെ, സ്വപ്നങ്ങളൊക്കെയും സത്യമാകുന്നൊരു വിശ്വരൂപം കണ്ടു കൺകുളിർക്കാം, വിശ്വരൂപം കണ്ടു കൺകുളിർക്കാം. കാലവും നിസ്പന്ദമാകുന്നൊരു വിശ്വരൂപ പ്രദർശനം കണ്ടു നമ്മൾ. കാലാതിവർത്തിയാം സംഘക്കരുത്തിൻ്റെ രൂപപ്രകർഷം നുകർന്നു നമ്മൾ, രൂപപ്രകർഷം നുകർന്നു നമ്മൾ. ഭൗതി പരമപവിത്ര ഭഗവത്വജം ബഹുമാനായ അധ്യക്ഷൻ, നമ്മുടെ ഇവിടെ കേസരിയുടെ ആദ്യ പ്രതി ഏറ്റുവാങ്ങാൻ വന്ന പൂജനീയ സ്വാമിജി, അതുപോലെ തന്നെ സംഘത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ കോട്ടുകൽ ഭാഗത്ത് സ്വയം സേവരായിട്ടുള്ള മുതിർന്ന കാര്യകർത്താക്കന്മാർ, സ്വയം സേവക സഹോദരന്മാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അമ്മമാർ, അനുഭാവി വൃന്ദം, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭാരതത്തിലെ ഒട്ടുമുക്കാൽ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് വിജയദശമി ഉത്സവം നടക്കുകയാണ്. നമുക്കറിയാം, അധർമ്മത്തിനു മേളിൽ ധർമ്മം വിജയം നേടിയ സുദിനമാണ്. ആസുരികതയുടെ മേളിൽ ഈശ്വരീയത വിജയം നേടിയിട്ടുള്ള സുദിനമാണ്. ദേവി ദുർഗാദേവിയെ കഴിഞ്ഞ 9 ദിവസമായിട്ട് നമ്മൾ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്നു. ആദ്യത്തെ 3 ദിവസം നമ്മൾ പാർവതിയായും, പിന്നീടുള്ളൊരു 3 ദിവസം നമ്മൾ ലക്ഷ്മിയായും, അവസാനത്തെ 3 ദിവസം സരസ്വതിയുമായിട്ട് ആരാധിക്കുന്നു. അപ്പം അതിൻ്റെ ഐതിഹ്യ തലത്തിലേക്ക് കടന്നാൽ, മഹിഷാസുരൻ എന്ന് പറയുന്ന വലിയൊരു അസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തുകൊണ്ട് തന്റെ ആസുരിക ശക്തി വർദ്ധിപ്പിക്കാൻ, തനിക്ക് സാമ്രാജ്യങ്ങൾ കീഴടക്കുവാൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തി വരം ചോദിക്കുകയാണ്. മരിക്കാതിരിക്കാനുള്ള വരമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. പക്ഷെ ജനിച്ചാൽ മരിക്കണമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു വരം കൊടുക്കാൻ സാധിക്കത്തില്ലെന്ന് പറയുന്നതോട് കൂടിയിട്ട് ചില ഉപാധികൾ ഈ അസുരൻ മുമ്പിലേക്ക് വെക്കുകയാണ്. തന്നെ ദേവന്മാർ കൊല്ലാൻ പാടില്ല, മൃഗങ്ങളും പക്ഷികളും കൊല്ലാൻ പാടില്ല, അങ്ങനെ നിരവധി ഉപാധികൾ വെച്ചിട്ട് അഥവാ വധിക്കുന്നെങ്കിൽ ഒരു സ്ത്രീ, അതും ഒരു സ്ത്രീയിൽ ജനിക്കാത്ത സ്ത്രീ, ഇപ്പൊ സ്വാഭാവികമായിട്ടും ജന്മം അങ്ങനെ പ്രസവിക്കാത്തൊരു സ്ത്രീ ജനിക്കില്ല എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് അദ്ദേഹം വരം മേടിച്ചുകൊണ്ട് ആ വരബലത്തിന്റെ കരുത്തോടു കൂടിയിട്ട് അദ്ദേഹം എല്ലാ ലോകങ്ങളും ആക്രമിക്കാനായിട്ട് ആരംഭിച്ചു. എല്ലാ പ്രദേശങ്ങളിലും ഈ അസുരന്റെ ആസുരിക ശക്തിയുടെ ചൂടറിഞ്ഞു. ത്രിലോകങ്ങളിലും ആക്രമണങ്ങളുമായിട്ട് ചെന്ന സമയത്ത് ദേവലോകത്തൊക്കെ ചെന്ന് ദേവന്മാരെയൊക്കെ അവിടെ നാട്ടിപ്പായിക്കാൻ തുടങ്ങി.
ദേവന്മാര് നിലവിളിച്ചുകൊണ്ട് കരിമി അസുരനെ എതിർക്കാൻ സാധ്യമല്ല. വരബലത്തിന്റെ കരുത്തുണ്ട്. അപ്പൊ അങ്ങനെ ത്രിമൂർത്തികളെ ചെന്ന് അഭയം പ്രാപിക്കുകയും ത്രിമൂർത്തികള് ഇതിനൊരു പോംവഴി എന്ന നിലയിൽ ഇവരുടെ പ്രഭയുടെ ഒരു അംശം ചേർത്തിട്ട് ഒരു ശക്തിയെ രൂപപ്പെടുത്തുകയുണ്ടായി. ആ ശക്തിയുടെ പേരാണ് ദുർഗ. 1000 കൈകളോടുകൂടി ജനിച്ചവൾ. അസുരനെ നിഗ്രഹിക്കാനായിട്ട് 1000 കൈകളുണ്ട്. ആ ദേവിയെ ഉത്ഭവം ഉണ്ടാകുന്ന സമയത്ത് 1000 കൈകളോട് കൂടിയിട്ടാണ് ദേവി പ്രത്യക്ഷയാവുന്നത്. ഈ അസുരനെ വധിക്കാൻ വേണ്ടി സർവ്വദേവന്മാരും അവരുടെ കൈവശമുള്ള കരുത്തുള്ള ആയുധങ്ങളും അനുഗ്രഹങ്ങളും ഈ ദേവിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ആയുധങ്ങളാലും അനുഗ്രഹങ്ങളാലും കരുത്തുറ്റവളായ ദേവി ദുർഗ 9 ദിവസം ഈ അസുരനുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുകയും 10ാമത്തെ ദിവസം ഈ അസുരനെ വധിച്ചുകൊണ്ട് വിജയം വരിക്കുകയുണ്ടായി. അപ്പൊ ആ ഒരു ഓർമ്മയുടെ സുദിനമായിട്ട് അതിന്റെ അങ്ങനെ അന്നു മുതലാണ് നമ്മൾ വിജയദശമി എല്ലാവരും വിജയദശമി ആഘോഷിക്കാൻ തുടങ്ങിയത്. അധർമ്മത്തിന് മേളിൽ ധർമ്മം വിജയം നേടിയ നാൾ. മഹിഷാസുരൻ എന്ന് പറയുന്ന അസുരനെ ഇല്ലായ്മ ചെയ്ത നാൾ. അപ്പൊ സമ്പൂർണ്ണ സമാജത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ സമാജത്തിന്റെ ശക്തിയും സ്വരൂപിച്ചുകൊണ്ടാണ് ദേവി അസുരനെ ഇല്ലാതെയാക്കിയത്. ഈ വിജയദശമിയുടെ സന്ദേശം അത് തന്നെയാണ്. സമ്പൂർണ്ണ സമാജത്തെയും സംഘടിപ്പിക്കുക, സമ്പൂർണ്ണ സജ്ജന ശക്തികളെയും സമാഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിജയദശമിയുടെ സന്ദേശം, വിജയദശമിയുടെ ലക്ഷ്യം. നോക്കൂ, അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ തുടക്കം, അതിന്റെ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പ്രവർത്തനത്തെ സംബന്ധിച്ചും അദ്ദേഹം ചെറിയ വരികളിൽ സൂചിപ്പിച്ചു. നോക്കൂ, ഇങ്ങനെ അധാർമികമായിട്ടുള്ള ആസുരിക ഭാവങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 1925 സെപ്റ്റംബർ 27-ാം തീയതി അധർമ്മത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി ധാർമ്മികമായിട്ട് ഉത്ഭവിച്ച ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. വൈദേശികമായിട്ട് കടന്നു വന്നിട്ടുള്ള അധിനിവേശ ശക്തികൾ കാലങ്ങളോളം ഭാരതത്തെ ചവച്ചു തുപ്പി ചണ്ടിയാക്കി മാറ്റിയിരുന്ന ഒരു കാലഘട്ടമാണ്. മുഗളന്മാർ കടന്നു വന്നു. കച്ചവടത്തിനും സമ്പത്ത്, ഈ നാടിന്റെ സമ്പത്തും ഒക്കെ കണ്ട് മോഹിച്ച് കടന്നു വന്നവർ അവർ ഈ നാടിനെ ആയുധത്തിന്റെ ബലത്തിൽ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയും കാലങ്ങളോടും ഈ നാടിനെ അവരുടെ ഭോഗ മനസ്ഥിതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും തുടങ്ങി. പിന്നീട് കച്ചവടത്തിൽ വന്ന് നമുക്കറിയാം ബ്രിട്ടീഷുകാർ, ഡച്ചുകാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വന്നു. അങ്ങനെ 1000ഓളം ആണ്ട് മുഗളാധിപത്യത്തിലും അതുപോലെ നൂറ്റാണ്ടുകൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലുമൊക്കെ കഴിഞ്ഞിരുന്ന നാടിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്ന അഭിമാനബോധമില്ലാത്ത ഒരു തലമുറ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. പ്രത്യക്ഷമായിട്ട് സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ലക്ഷ്യം കാണാത്ത പ്രവർത്തനങ്ങളാണ് പലപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സഹന സമരം പറയുന്ന ആൾക്കാര്, മിതവാദം പറയുന്ന ആൾക്കാര്, തീവ്രവാദം പറയുന്ന ആൾക്കാർ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന ഈ കാലഘട്ടത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപപ്പെടുന്നത്. കാരണം എന്തെന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ പരംപൂജനീയ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്കേവാർ, നമ്മുടെ ഡോക്ടർ ജി, അദ്ദേഹം 1889 നാഗപ്പൂരിലെ ഒരു സാധാരണ ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബാല്യമൊക്കെ പരിശോധിക്കുന്ന സമയത്ത് വളരെ ദാരിദ്ര്യാവസ്ഥയിലുള്ള കുടുംബമാണ്. അവിടെയൊക്കെ അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബമാണ്. അപ്പൊ ആ ഗ്രഹത്തിൽ ജനിക്കുന്ന ഡോക്ടർ ജി, ഡോക്ടർ കേശവൻ, അമ്മയുടെയും അച്ഛന്റെയൊക്കെ കയ്യിൽ നിന്ന് വളരെ മൂല്യവത്തായിട്ടുള്ള കഥകളും നാടിന്റെ ചരിത്രങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ മനസ്സിലാക്കുകയും അവന്റെ വളർച്ചയിലെ ആ കാര്യങ്ങള് പിന്നീട് അവന്റെ ജീവിതത്തിലെല്ലാം അത് പ്രയോജനമായി. അങ്ങനെ ബാല്യത്തിലുള്ള ഡോക്ടർ കേശവൻ, അദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് പ്ലേഗ് രോഗബാധ മൂലം മരണപ്പെടുകയാണ്. ഇപ്പൊ സ്വയം പര്യാപ്തതയുടെ സ്വന്തമായിട്ട് ആ കാലഘട്ടം മുതൽ സ്വന്തമായിട്ടുള്ള കരുത്തിൽ ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും ഒന്നിച്ച് സ്വയം പര്യാപ്തമായിട്ട് ജീവിക്കാൻ. നോക്കൂ, ഒരു 8 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ച് ഇന്നൊരു തുണി കഴുകാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ആ കാലഘട്ടത്തിൽ അവന്റെ എല്ലാ ആവശ്യങ്ങളും, ആ കുടുംബത്തിനുള്ള ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ജ്യേഷ്ഠൻ അനുജന്മാർ പരസ്പരം സഹകരിച്ച് ആ കാര്യങ്ങൾ ചെയ്ത് വളർന്നു വന്നു. അവിടെ നാഗപ്പൂരിൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അവന്റെ വളർച്ചയിൽ അവന് തോന്നിയ കൗതുകം,
ഈ നാട്ടിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചായിരുന്നു. ധാരാളം ആൾക്കാർ പ്രക്ഷോഭങ്ങൾ ഏർപ്പെടുകയും ഇത്തരം വാർത്തകൾ കേൾക്കുകയും കാണുകയും ചെയ്തിരുന്ന ആ ബാലൻ, അവനും അങ്ങനെയൊക്കെ ആയി തീരണം, നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് ചില കാര്യങ്ങൾ അവനും അവനെ പഠിക്കുന്ന സ്കൂളിൽ നടപ്പിലാക്കാൻ തുടങ്ങി. സ്കൂളിലെ കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ആ കുട്ടികളുടെ ഒരു ലീഡറായിക്കൊണ്ട് അഭിനവ ബാന്ധവ സംഘം എന്ന് പറഞ്ഞ് കുട്ടികളെ ചേർത്തുകൊണ്ട് പുറത്ത് നടക്കുന്ന സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചെറു അനുകരണമായിട്ട് സ്കൂളിനുള്ളിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. അത് സ്കൂൾ അധികൃതർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നില്ല. അങ്ങനെ അതേ സമയത്ത് അതേ കാലഘട്ടത്തിൽ കുട്ടികൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കരുതെന്ന് സർക്കാർ വിലക്കുണ്ടായിരുന്നു. അപ്പൊ ഇതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് പലപ്പോഴും കേശവൻ ഈ കുട്ടികളെ വിളിച്ചുകൊണ്ട് റോഡിലൂടെ പോകുന്ന പ്രകടനങ്ങളിലും ഒക്കെ പങ്കെടുക്കുമായിരുന്നു. അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ദേശീയ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുമായിരുന്നു. അങ്ങനെ അവൻ സ്കൂളിൽ വന്നിട്ട് വന്ദേമാതര ഗാനം, വന്ദേമാതരമൊക്കെ ഉറക്കെ ചൊല്ലാനായിട്ട് ആരംഭിച്ചു. സ്കൂളിലുണ്ടാവുന്ന ചെറിയ ചെറിയ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന കുട്ടികളോടുള്ള എതിർപ്പുകളൊക്കെ വരുന്ന സമയത്ത്, ചില അവകാശങ്ങൾ നിഷേധിക്കുന്ന സമയത്ത് അവൻ ശക്തമായിട്ട് ആ കാര്യത്തിനെതിരെ വന്ദേമാതരം മുഴക്കിക്കൊണ്ട് സ്കൂളിൽ പ്രതിഷേധ യോഗങ്ങളൊക്കെ സംഘടിപ്പിച്ചു. അപ്പൊ ഇതിനെതിരെ അന്വേഷിക്കാൻ വന്നിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കടന്നു വരുന്ന സമയത്ത് ആ ബ്രിട്ടീഷുകാരൻ ഗ്യോബാക്ക് എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം സ്കൂളിന് പുറത്തു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വന്ദേമാതരമൊക്കെ വിളിച്ചുകൊണ്ട് വലിയ ഒരു ശബ്ദത്തോടു കൂടിയിട്ട് പ്രക്ഷോഭം ഈ കൊച്ചു കേശവൻ സ്കൂളിൽ നടത്തുകയുണ്ടായി. ഇത് വലിയ പ്രശ്നമായി. കേശവൻ ഉൾപ്പെടെയുള്ള സ്കൂളിലെ ആ കുട്ടികളെ, കുറെ കുട്ടികളെ, ഈ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികളെ സ്കൂളിന് പുറത്താക്കി. അപ്പൊ രക്ഷകർത്താക്കൾ ഭയന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം ഇല്ലാതായി പോകുമെന്ന സങ്കല്പത്തോട് ചിന്തിച്ചുകൊണ്ട് അവർ പലരും മാപ്പ് പറഞ്ഞുകൊണ്ട്, കുട്ടികൾക്ക് വേണ്ടി മാപ്പ് പറഞ്ഞുകൊണ്ട് അവരുടെ കുട്ടികളെ സ്കൂളിൽ റീ അഡ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അവസാനം അവശേഷിച്ചത് കേശവൻ മാത്രമാണ്. കേശവന്റെ അടുത്ത് മാപ്പ് പറയാൻ പറയുന്ന സമയത്ത് അവൻ ഒരിക്കലും മാപ്പ് പറയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ നിഷേധിക്കുകയാണ് ചെയ്തത്. അതുപ്രകാരം ആ സ്കൂളിൽ പഠിപ്പിക്കാതെ പുറത്താക്കുകയാണ് ഉണ്ടായത്. ഇപ്പൊ ഡോക്ടർ മുഞ്ചയെ പോലെയുള്ള അദ്ദേഹത്തിന് ഗുരുനാഥനായിട്ടുള്ള, അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ മുത്തശ്ശന്റെ പ്രായമുള്ള ആ സമൂഹത്തിലെ അംഗീകാരമുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ, ഡോക്ടർജിയെ ചേർത്ത് പിടിക്കുകയും തൊട്ടടുത്തുള്ള ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാരെ നടത്തുന്ന മറ്റൊരു സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അവിടെ അവൻ മിടുക്കനായിട്ട് പഠിച്ചു. അവനങ്ങനെ അവന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നു. തുടർന്ന് ഡോക്ടർ മുഞ്ച ഇദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്, നമുക്ക് പഠിച്ച് മിടുക്കനായി ഇനി തുടർ വിദ്യാഭ്യാസത്തിന് പോകണം, നീ പഠിച്ചൊരു കളക്ടറായി തീരണം. കളക്ടറായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കും, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ വരണം. ഇപ്പൊ ഡോക്ടർജി പറയാണ്, ഒരിക്കലും ഞാനൊരു കളക്ടർ ആവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ, ഞാൻ അത്തരം ഒരു ഉദ്യോഗം നേടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവരെ സല്യൂട്ട് ചെയ്തുകൊണ്ട്, ഇവര് പറയുന്നത് കേട്ടുകൊണ്ട് ഇവർക്ക് അടിമയായിട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ടാവും. അങ്ങ് കാണുന്നില്ല ഈ സമൂഹത്തിലെ ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ ഈ കാലഘട്ടത്തിലെ അവസ്ഥ. പിന്നെ മുഞ്ച വീണ്ടും ഉപദേശിക്കുകയാണ്, അപ്പൊ നിന്റെ താല്പര്യം പറയൂ. അപ്പൊ അങ്ങനെ പറഞ്ഞ താല്പര്യം അവസാനം ഒരു ഡോക്ടർ ആവാം. അപ്പൊ മുഞ്ച പറയുകയാണ്, നീ ഒരു ഡോക്ടർ ആവണം. നോക്കൂ, നീ നേരത്തെ പറഞ്ഞു അവരെ സഹായിക്കണം, അവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന് പറയുന്നു. മറ്റുദ്യോഗങ്ങളാണെങ്കിൽ, ഇപ്പൊ ഇത്തരം ഉദ്യോഗങ്ങളാണെങ്കിൽ ധാരാളം ആൾക്കാരെ നമുക്ക് സഹായിച്ചൂടെ, ധാരാളം ആൾക്കാരുടെ കണ്ണീര് നമുക്ക് ഒപ്പാൻ സാധിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് സമ്മതിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം, പൈസയൊന്നുമില്ല, ചില നല്ല മനുഷ്യരുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ചുകൊണ്ട് ഈ ഡോക്ടർ മുഞ്ചെ ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇദ്ദേഹം ആ പൈസയായിട്ട് നേരെ കൽക്കട്ടയിലേക്ക് പോകുന്നു. രണ്ട് കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന് ഉദ്ദേശമായിട്ടുള്ളത്. കൽക്കട്ട എന്ന് പറയുന്ന വിപ്ലവങ്ങളുടെ കളിത്തൊട്ടിലാണ് കൽക്കട്ട. ധാരാളം വിപ്ലവകാരികൾ ഉദയം ചെയ്ത നാടാണ് കൽക്കട്ട. രവീന്ദ്രനാഥ ടാഗോറിനെ പോലെയൊക്കെയുള്ള ആൾക്കാരുടെ അവർ ജനിച്ചു വളർന്ന മണ്ണാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി പഠിക്കുകയും ചെയ്യാം, ആ നാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം, സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാന്നൊക്കെയുള്ള കാഴ്ചപ്പാടോടുകൂടിയുടെ അവിടെ എത്തിച്ചേരുകയാണ്. ഇങ്ങനെ പഠിക്കാൻ പോകുന്ന സമയത്ത് നാഷണൽ മെഡിക്കൽ കോളേജ്, കൽക്കട്ട നാഷണൽ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടി. അദ്ദേഹം നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഒപ്പം ചെറിയ ചില കാര്യങ്ങൾ, ജോലികളും അദ്ദേഹത്തിന് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം പുറത്ത് സമ്പർക്കപ്പെടാൻ തുടങ്ങി. അത്തരം സമ്പർക്കങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് എത്തിച്ചത് അനുശീലൻ സമിതി എന്ന് പറയുന്ന വലിയൊരു വിപ്ലവ പ്രസ്ഥാനത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ധാരാളം വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഉദയം ചെയ്തിരുന്നു. ജാലിയൻ വാലാബാഗ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവിടെ പോയിട്ട് മീശ മുളയ്ക്കാത്ത കുട്ടികൾ പോയിട്ട്
ചോര വീണ മണ്ണ് വാരിക്കൊണ്ട് കുപ്പിയിൽ നിറച്ച് സ്വന്തം വീടിന്റെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് പൂജിച്ചിട്ട് ഈ രാഷ്ട്രത്തിന് ദേശസ്വാതന്ത്ര്യത്തിനെതിരായിട്ട് പ്രവർത്തിച്ചവരെ, ഞങ്ങളുടെ സഹോദരന്മാരെ വെടിവെച്ചു കൊന്നവരെയൊക്കെ അവരോട് പ്രതികാരം വീട്ടുമെന്ന ചിന്തയോട് കൂടിയിട്ട് അങ്ങനെ വളർന്ന അഭിനവ ഭാരത പോലെയുള്ള അനവധി വിപ്ലവ പ്രസ്ഥാനങ്ങളുണ്ടായി. അതുപോലെയുള്ള ഭാരതത്തെ രക്ഷിക്കണം, സഹനസമരമല്ല അതിന് പറ്റിയ വഴിയ സായുധ സമരമാണെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, അങ്ങനെയുള്ളൊരു അനുശീലൻ സമിതി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പരംപൂജനീയ ഡോക്ടർ ജി കേശവൻ അതിൽ ബന്ധപ്പെടുകയാണ്. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുടെ അഡ്മിഷനൊക്കെ വളരെ പെട്ടെന്ന് കൊടുക്കില്ല. അവർ ധാരാളം നിരീക്ഷണ പരീക്ഷണങ്ങൾക്കൊക്കെ ശേഷമാണ് ഇത്തരം ആൾക്കാരെ ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്ന ആളാവണം. അത്തരത്തിൽ ഡോക്ടർ ജി വളരെ വേഗം തന്നെ ഈ സംഘടനയുടെ വിശ്വാസം നേടുകയും അതിന്റെ ഉള്ളറ പ്രവർത്തകനായി തീരുകയും ചെയ്തു. സാധാരണ സംഘടനകൾക്ക് പ്രവർത്തകരുണ്ട്, കൂടാതെ അനുഭാവികളുണ്ട്. ഇത് അനുഭാവി എന്നുള്ള സങ്കല്പമല്ല, ഇതിന്റെ ഉള്ളറ പ്രവർത്തനങ്ങൾ. ഇവര് ചെയ്യുന്ന പ്രവർത്തനം ധാരാളം ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള രഹസ്യ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുക, പോസ്റ്ററിംഗ് നടത്തുക, സാധിക്കുമെങ്കിൽ കായികപരമായിട്ട് ബ്രിട്ടീഷുകാരെ നേരിടുക, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ഉള്ള സമയത്താണ് ഈ പ്രസ്ഥാനത്തിൽ അദ്ദേഹം ചേരുന്നത്. അങ്ങനെ അതിന്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നു. ധാരാളം പ്രവർത്തനങ്ങള്, ധാരാളം പ്രസംഗങ്ങള് അദ്ദേഹം ആ കാലഘട്ടത്തിൽ നടത്തുന്നു. അങ്ങനെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഡോക്ടർ ബിരുദം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം തിരിച്ചു വരിക. അപ്പൊ ഡോക്ടർ ബിരുദം പൂർത്തിയാക്കുന്ന സമയത്ത് ഒരു വർഷം നിർബന്ധിതമായിട്ടും സൗജന്യ സേവനം ആ മേഖലയിൽ ചെയ്യണം, എന്നാലേ പൂർണ്ണമായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള സൗജന്യമായിട്ട് ഒരു വർഷം അദ്ദേഹം വിവിധ ഈ ആദിവാസി മേഖലകൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ ബസ്തി കോളനികളിൽ പോയിട്ട് അദ്ദേഹം സൗജന്യ സേവനങ്ങൾ, ഡോക്ടർ സേവനങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരും. അപ്പൊ നാട്ടിൽ ഈ ആ സമയത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ധാരാളം വിവാഹ ആലോചനകൾ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ നടത്തുകയാണ്. കാര്യം ആ കാലഘട്ടത്തിൽ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് നമ്മൾ കൊല്ലം ഒരു ജില്ലാ കളക്ടറിന് ഇന്ന് കൊടുക്കുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ, അതുപോലെയാണ്. ഡോക്ടർമാർ വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാരാണ്. ആ കാലത്തിൽ ഡോക്ടറേറ്റ് നേടി ഒരാൾക്ക് വരാവുന്ന വിവാഹ ബന്ധങ്ങൾ എന്ന് പറയുന്ന സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. അങ്ങനെ വലിയ വലിയ കുടുംബങ്ങളിൽ നിന്ന്, നല്ല നല്ല കുടുംബങ്ങളിൽ നിന്ന്, സാമ്പത്തിക ഉന്നതി ഉള്ള കുടുംബങ്ങളിൽ നിന്ന് ഡോക്ടർജിക്ക് വേണ്ടിയിട്ട് വിവാഹ ആലോചനകൾ വരുന്നു. ജ്യേഷ്ഠൻ ആ കാര്യങ്ങൾ നടത്തുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഡോക്ടർ കേശവ ബൽറാം നാട്ടിൽ തിരിച്ചെത്തിയ ഉടനെ അദ്ദേഹത്തെ വിവാഹം കഴിപ്പിക്കണം. പക്ഷെ ഈ കാഴ്ചപ്പാടിന് വിപരീതമായി നാട്ടിലെത്തിയിട്ടുള്ള ഡോക്ടർ കേശവൻ അദ്ദേഹം ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ വാദങ്ങളൊക്കെ എതിർത്തുകൊണ്ട് താൻ പൂർണ്ണമായിട്ടും രാഷ്ട്രകാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതിനാൽ ജ്യേഷ്ഠൻ നീരസമൊന്നും തോന്നാതെ തന്നെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് സ്വതന്ത്രമായി വിടണമെന്ന് പറയുകയാണ്. അങ്ങനെ വലിയ എതിർപ്പുകൾ നേർത്തു വന്നു. എതിർപ്പുകൾ കുറഞ്ഞ സമയത്ത് ഡോക്ടർ ജി പൂർണ്ണ സമയം സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനായിട്ട് പോയി. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ആകർഷണനായിട്ട് ആ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ തുടങ്ങി. അദ്ദേഹം നാഗപ്പൂരിന്റെ പ്രദേശങ്ങളിലുള്ള പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റിയിൽ ചേരുകയും ധാരാളം ഈ ബാലഗംഗാധര തിലകനെ പോലെയുള്ള ആരാധനായിട്ടുള്ള വ്യക്തികളെയൊക്കെ അദ്ദേഹം പോയി കാണുകയും മനസ്സാൽ അദ്ദേഹത്തെ ഗുരുവായിട്ട് വരികയൊക്കെ ചെയ്തു. ബാലഗംഗാധര തിലകൻ നടത്തിക്കൊണ്ടുവന്ന പല കാര്യങ്ങളും പിന്നീട് ഡോക്ടർജി എടുത്ത് നടത്താൻ തുടങ്ങി. സ്വദേശി സങ്കല്പമാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ധാരാളം സ്വദേശി ഭണ്ഡാറുകൾ നടത്താൻ പ്രേരണ കൊടുക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുക, ഇങ്ങനെയുള്ള സ്വദേശി കാഴ്ചപ്പാടോട് കൂടിയിട്ട് വിദേശ ബഹിഷ്കരണം, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് തുടങ്ങി. ഈ കാലഘട്ടത്തിലെ ഡോക്ടർജി നല്ല ഉഗ്രൻ പ്രാസംഗികനായിരുന്നു. അദ്ദേഹം നന്നായിട്ട് പ്രസംഗിക്കും. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടുകഴിഞ്ഞാല് യുവാക്കളുടെ ഞരമ്പുകളിൽ തീപിടിക്കും. അപ്പൊ അദ്ദേഹം ഈ വൈദേശികമായിട്ടുള്ള സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ധാരാളം പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടായി. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ജില്ലാ കളക്ടർ നേരിട്ട് ഉത്തരവ് കൊടുത്ത് അറസ്റ്റ് ചെയ്യുകയും നീണ്ട നാള് കോടതി വിചാരണകൾ നടക്കുകയും ചെയ്തു. അങ്ങനെ കോടതി വിചാരണയൊക്കെ നടക്കുന്ന സമയത്ത് ഈ കോടതിക്കുള്ളിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു 20 കാലഘട്ടത്തിലാണ്, 1920 കാലഘട്ടത്തിൽ 21 കാലഘട്ടത്തിലൊക്കെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ കോടതിയിൽ അദ്ദേഹം തനിക്കെതിരെ വന്നിട്ടുള്ള വിധിയെ എതിർത്തുകൊണ്ട് അദ്ദേഹം കോടതിയിൽ സംസാരിക്കുകയാണ്. അപ്പൊ ജഡ്ജി വിധിക്കുന്നു, നിങ്ങൾ നേരത്തെ പ്രസംഗിച്ച പ്രസംഗം വലിയ തീവ്രമൊന്നുമല്ല, പക്ഷേ നിങ്ങൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ന് ഈ കോടതി മുറിയിൽ നടത്തിയിട്ടുള്ള പ്രസംഗം വളരെ ഭീകരമാണ്. ഇതാണ് യഥാർത്ഥ രാഷ്ട്രദ്രോഹപരമായിട്ടുള്ള പ്രസംഗം. അതുകൊണ്ട് നിങ്ങളെ 1 വർഷം കഠിന തടവിന് വിധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർജിയെ കഠിന തടവിന് വിധിക്കുന്നു. അദ്ദേഹം അതിനുശേഷം തിരിച്ചു വരുന്നു. 1 വർഷത്തിന് ശേഷം തിരിച്ചു വരുന്നു. അദ്ദേഹം ഈ ജയിലിൽ കിടക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ടാവുന്നു ഉള്ളില്. നോക്കൂ, ധാരാളം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നെങ്കിൽ ഒരു പൂർണ്ണ സ്വരാജ്യം, ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷണം എങ്ങും കാണുന്നില്ല.
എന്തെങ്കിലുമൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് കോൺഗ്രസിന്റെ ചില ആൾക്കാരെയൊക്കെ മീഡിയേറ്ററായിട്ട് വിളിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ അവരുമായിട്ട് ചർച്ച നടത്തുന്നു, ചായപ്പേ ചർച്ചകളൊക്കെ നടക്കുന്ന, അതവസാനം അതിനെ നിർവീകരിച്ചുകൊണ്ട് ഈ വലിയ പ്രക്ഷോഭങ്ങളുടെ മീഡിയേറ്ററായിട്ട് സംസാരിക്കാൻ പോയ ആൾക്കാര് അവസാനം തിരിച്ചു വരുന്ന സമയത്ത് അവരെയെല്ലാം നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുന്നു. ഈ ഭഗത് സിംഗിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഒരു പക്ഷേ തൂക്കിക്കൊല്ലാതിരിക്കാൻ സാധിക്കുമായി. കോൺഗ്രസുകാർ അതിനു വേണ്ടിയിട്ട് വാദിക്കാനോ അവരുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയേറ്ററായിട്ട് ചർച്ച ചെയ്യാനോ തയ്യാറായില്ല. ബ്രിട്ടീഷുകാരുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞെന്ന് പറഞ്ഞ അക്രമപാതയിലുള്ള ആൾക്കാരെ, ഞങ്ങളുടെ പാതയല്ല ഇത്, അക്രമപാതയിലുള്ള ആൾക്കാർക്കും ഇങ്ങനെയുള്ള കൊള്ളക്കാരന്മാർക്കും വേണ്ടിയിട്ട് വാദിക്കാനുള്ളതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ഈ ഡോക്ടർ അലിയിൽ വളരെ മനസ്സിൽ മടുപ്പുണ്ടാക്കി. അതുകൂടാതെ ആ കാലഘട്ടത്തിലാണ് 1921 കാലഘട്ടം, 2021 കാലഘട്ടത്തിലാണ് തുർക്കിസ്ഥാൻ വാദവുമായിട്ട് ഭാരതത്തിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഈ തുർക്കിസ്ഥാനെ അനുകൂലിക്കുന്ന ആൾക്കാർ ഖിലാഫത്ത് പ്രശ്നങ്ങളും ലഹളകളും ഒക്കെ സംഘടിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ലഹളകൾ പല സ്ഥലത്തും പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അതിനെ ബ്രിട്ടീഷുകാരും ചില തൽപര കക്ഷികളുടെ വഴിതിരിച്ചുവിട്ട് അത് ഹിന്ദുക്കളുടെ നേരെയാക്കി തീർത്തു. ഇനി കേരളത്തിൽ നമ്മുടെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് 1921 നടന്ന മലപ്പുറത്ത് നടന്ന മാപ്പിള കലാപമൊക്കെ അതിന് ഉദാഹരണമാണ്. അങ്ങനെ ഹിന്ദുക്കളാണ് നിങ്ങളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട്, അല്ലെ അവരെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാനുള്ള ഒരു ശ്രമം കുതന്ത്രം ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് വേണ്ടുന്ന പ്രോത്സാഹനം അവർ ചെയ്തു പല വഴി. അങ്ങനെ ഉണ്ടാവുന്ന ആക്രമണങ്ങൾ, ധാരാളം ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു. വ്യാപകമായിട്ട് ഭാരതത്തിൽ ആകമാനം ഇങ്ങനെയുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായി. ആ സമയത്ത് ചോദിക്കാൻ ആരുമില്ല. അസംഘടിതരായിരുന്ന ഒരു സമൂഹമായിരുന്നു ആ സമയത്തെ ഹിന്ദു സമാജം. ആത്മവിശ്വാസരഹിതമായ സമൂഹമായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തില് ശരിയായിട്ടുള്ള ദേശീയ സ്വാതന്ത്ര്യം നേടിയാൽ തന്നെ അത് സംരക്ഷിക്കാനുള്ള കരുത്ത് പിന്നീടുള്ള ഈ സംവിധാനങ്ങൾക്കും സംഘടനകൾക്കും ഉണ്ടോ എന്നൊക്കെ ഡോക്ടർജി പുനർചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്തോട് ചോദിക്കുകയാണ്, മനസാക്ഷിയോട് ചോദിക്കുകയാണ്. അദ്ദേഹം എന്നിട്ട് അതിന്റെ ഈ ഭാരതത്തിന്റെ പാരമ്പര്യത്തെ പറ്റിയിട്ട് ചിന്തിക്കുകയാണ്. എത്ര ശക്തമായിട്ടുള്ള രാഷ്ട്രമായിരുന്നു, എത്ര സൗന്ദര്യവതിയായിരുന്നു നമ്മുടെ ഭാരതം. സമ്പത്ത് കൊണ്ടും അറിവ് കൊണ്ടും ലോകത്തെ ഒരു സമയത്ത് ഗുരുവായിരുന്ന നമ്മുടെ ഭാരതം പിന്നീട് അധിനിവേശത്തിന്റെയും ഇത്തരം അക്രമങ്ങളുടെയൊക്കെ പാതയിൽ വരുന്ന സമയത്ത് അതിന്റെ ശരിയായിട്ടുള്ള അവകാശികളുടെ അവസ്ഥ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആത്മവിശ്വാസരഹിതമായ സമൂഹമാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹം എന്ന് തിരിച്ചറിയുകയും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് ഈ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന, ഈ നാടിന്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യവത്തായിട്ടുള്ള ഒരു സംഘടന, ഒരു ദേശീയ സംഘടന വേണമെന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സംഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. അദ്ദേഹം തന്റെ ആശയം ധാരാളം ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യുന്നു. ധാരാളം ആൾക്കാരുടെ അദ്ദേഹം പോയിട്ട് പറയുന്നു, ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കിയാലോ. അദ്ദേഹം ഈ സവർക്കറെ പോലെയുള്ള ആൾക്കാരെയൊക്കെ പോയി കാണുന്നുണ്ട്. ഇപ്പൊ സവർക്കറൊക്കെ പറയുന്ന ഹിന്ദു മഹാസഭ പോലെ ഒരു പ്രസ്ഥാനം ഇവിടെ ഉള്ള സമയത്ത് പ്രത്യേകിച്ചൊരു ഹിന്ദു സംഘടന ഇനി ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പൊതുവെയുള്ള ആക്ഷേപം സവർക്കറൊക്കെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകരിച്ചെന്നുള്ളതാണ്. ആഖ്യാനങ്ങളും നരേറ്റീവുകളും സൃഷ്ടിക്കുന്നത് സവർക്കറൊക്കെയാണ് ഇതിന്റെ സ്ഥാപക നേതാക്കൾ എന്നുള്ളതാണ്. പക്ഷെ അതായിരുന്നില്ല ശരി. സവർക്കറെ പോലെയുള്ള ആൾക്കാർ നിരുത്സാഹപ്പെടുത്തിയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം പല ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തുനിന്നും നിരുത്സാഹപരമായിട്ടുള്ള അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താനുള്ള പരിശ്രമങ്ങളാണ് ഉണ്ടാവുന്നത്. ചില ആൾക്കാർ പറഞ്ഞു, മിസ്റ്റർ കേശവ ബൽറാം ഖഡ്കേവാർ, നിങ്ങൾ ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ പോയാൽ പിടിക്കാൻ ചെന്നാൽ ചാടുന്ന തവളകളെ പിടിച്ച് തുലാസിൽ കയറ്റി തൂക്കുന്നതിന് തുല്യമാണ്. എന്താണ് തവളകളെ പിടിച്ച് തുലാസിൽ കയറ്റി തൂക്കുന്നതിന് തുല്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഒരു തുലാസ് എടുത്ത് വെച്ചിട്ട് ഒരു തവളയെ പിടിച്ചിട്ട് ഒരു തുലാസിന്റെ ഒരു ത്രാസിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് അടുത്ത തവളയെ പിടിച്ചോണ്ട് വരുന്ന ആ സമയത്തിനുള്ളിൽ ആദ്യത്തെ തവള ചാടിപ്പോയിരിക്കും. അപ്പൊ നിങ്ങൾ ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ വന്ന മൂഢത്വമാണ്. പിടിക്കാൻ ചെന്നാൽ ചാടുന്ന തവളകളെ പിടിച്ച് തുലാസിൽ തൂക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ പോകുന്നത്, നടപ്പുവശമല്ലെന്ന് പറഞ്ഞു. അദ്ദേഹം അതിനകത്തൊന്നും പതറിയില്ല. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ 1925 അദ്ദേഹം തിരഞ്ഞെടുത്ത ദിവസം നമ്മൾ ശ്രദ്ധിക്കണം, വിജയദശമി ദിവസമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, വിജയത്തിന്റെ ദിവസം, അധർമ്മത്തിന് മേളിൽ ധർമ്മം വിജയം വരിച്ച ദിവസം, ആസുരികതയുടെ മേളിൽ ഈശ്വരികത വിജയം വരിച്ച ദിവസം, ഇരുട്ടിനു മേളിൽ വെളിച്ചം വിജയം വരിച്ച ദിവസം. ആ ഒരു ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം നാഗപ്പൂരിന്റെ തെരുവോരങ്ങളിൽ കളിച്ചുകൊണ്ടിരുന്ന ചില കുട്ടികളെ വിളിച്ചുകൊണ്ട് 10-15 കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ശുക്രവാർപേട്ടിലുള്ള വീട്ടിന്റെ തട്ടുംപുറത്ത് കൊണ്ടിരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് നമ്മൾ സംഘം ആരംഭിക്കുന്നു. കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. കുട്ടികൾ ചോദിച്ചു, എന്താണ് ഡോക്ടർജി സംഘം? ഡോക്ടർജി പറഞ്ഞ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ദേശസ്നേഹികളായിട്ടുള്ള ആൾക്കാരുടെ സംഘടനയാണ് സംഘം. ഡോക്ടർജി, നമ്മുടെ കർമ്മ പദ്ധതി എന്താണ്? നമ്മൾ സമരത്തിനിറങ്ങണമോ? കുട്ടികൾ ചോദിച്ചു.
നമ്മൾ വിപ്ലവ മാർഗത്തിലേക്ക് ഇറങ്ങണോ? ഡോക്ടർജി പറഞ്ഞ അതൊന്നും അല്ല നമ്മുടെ മാർഗം. നമ്മൾ 1 മണിക്കൂർ ഒന്നിച്ച് വന്നിട്ട് ഒരു മൈതാനത്ത് വന്ന് ഒത്തുചേർന്ന് കളിച്ചാൽ മതി. കുട്ടികൾക്ക് വലിയ താല്പര്യമായി. ഡോക്ടർജിയുടെ കാഴ്ചപ്പാട് എത്ര ശരിയായിരുന്നു. മുതിർന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച സമയത്ത്, ആശയം പങ്കുവച്ച സമയത്ത് അവർ നിരുത്സാഹപ്പെടുത്തി. അദ്ദേഹം ചെയ്തത് എന്താണ്? കുട്ടികളിൽ ഒരു പുതു ആവേശം അവരുടെ തലച്ചോറിലേക്ക്, അവരിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് മനസ്സിലാക്കും. കുട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മുടെ പരംപൂജനീയ ഡോക്ടർജി സംഘം ആരംഭിച്ചത്. ഇങ്ങനെ ഒന്നിച്ചു വന്നു, കളിച്ചു. നമ്മുടെ മുൻകാലത്തിലെ കാര്യകർത്താക്കന്മാർ ആ കാലത്തിലെ കുട്ടികൾ വന്ന് കളിച്ചു. കളിയിൽ ഉത്സാഹം കൂടി, ഉത്സാഹം ആവേശമായിട്ട് മാറി. അത്തരം ആവേശങ്ങൾ നിറഞ്ഞിരിക്കുന്ന സമയത്ത് കുട്ടികൾ അലസമായി പിരിഞ്ഞു പോകുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് തോന്നി, കുറച്ച് അച്ചടക്കം വേണം, ദേശസ്നേഹം വേണം, മാതൃഭൂമിയുടെ ഭക്തി വേണമെന്ന സങ്കല്പത്തില് ആദ്യം ഒരു 8 വരി പ്രാർത്ഥന നമ്മൾ രൂപപ്പെടുത്തി. ജിതേ മാതൃഭൂമേ, സമർത്ഥ രാമദാസ് സ്വാമികൾ ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്ന, അദ്ദേഹത്തിന് ഉദ്ഘോഷം കൊടുക്കുന്ന, രാഷ്ട്ര ഗുരുവിനായിട്ടുള്ള സമർത്ഥ രാമദാസിന് ഉദ്ഘോഷം കൊടുക്കുന്ന ഒരു പ്രാർത്ഥന രൂപപ്പെടുത്തി അത് ചൊല്ലാൻ ആരംഭിച്ചു. പിന്നീട് ആ കാലഘട്ടത്തിൽ ധാരാളം അഖാഡകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ജിമ്മുകൾ. കുട്ടികൾ അങ്ങനെയുള്ള മേഖലകളിൽ തൽപരരാണെന്ന് കണ്ടിട്ട് അത്തരം പദ്ധതികൾ നമ്മുടെ ശാഖയിലേക്കും വേണമെന്ന് സങ്കല്പത്തോടു കൂടിയിട്ട് ആ കാലഘട്ടത്തിലെ പ്രമുഖരായിട്ടുള്ള ഒരു അഖാഡയുടെ പ്രമുഖനെ കൊണ്ടുവന്ന് നമ്മളുമായിട്ട് അനുഭവമുള്ള ഒരാളെ വിളിച്ചിട്ട് ഇതിന്റെ ശാരീരിക ശിക്ഷകനായിട്ട് നിശ്ചയിക്കുകയും ശാഖകളിൽ ശാരീരിക പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തു. നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വ്യാപിച്ചു. 10 പേരുള്ള ശാഖ 20ആയി. ആൾക്കാരുടെ എണ്ണം കൂടിയ സമയത്ത് നാഗപ്പൂരിന്റെ പല പ്രദേശങ്ങളിലേക്കും ശാഖ വ്യാപിച്ചു. ധാരാളം ആൾക്കാർ കളിയാക്കി ചിരിച്ചു. നോക്കൂ, വലിയ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്, ഡോക്ടറാണ്, അദ്ദേഹത്തിന് എന്തു പറ്റി? അദ്ദേഹത്തിന് തലക്കെന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അദ്ദേഹം താണ്ടെ കൊച്ചു കുട്ടികളെ വിളിച്ചോണ്ട് പോയിട്ട് ഒരു മൈതാനത്ത് കിടന്ന കുട്ടികളോടൊപ്പം കളിക്കുന്നു, നിസ്സാരമായിട്ടുള്ള കളികൾ കളിക്കുന്നു. അദ്ദേഹത്തിന് എന്തോ പ്രശ്നം പറ്റി. നല്ല മനുഷ്യനാണ്, വിദ്യാഭ്യാസം കൂടിപ്പോയി എന്തോ പ്രശ്നം പറ്റിയതാണ്. ഇങ്ങനെ പരിഹാസങ്ങളൊക്കെ കേട്ട് ഡോക്ടർജി പോകുമ്പോഴും ചെവിക്ക് കേൾക്കുമ്പോഴും ഒക്കെ ഡോക്ടർജി അതിനൊന്നും മറുപടി പറഞ്ഞില്ല, എതിർത്തില്ല. ഡോക്ടർജി അതിനെയൊന്നും വിമർശിക്കാൻ പോയില്ല. അതിനൊന്നും അങ്ങനെ മറുപടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സമയം പാഴാക്കിയില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. നാഗപ്പൂരിൽ ആരംഭിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് 1928 വരുന്ന സമയത്ത് 500 പേരെ ഗണവേഷത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നാഗപ്പൂരിലെ ആദ്യത്തെ വിജയദശമി സഞ്ചലനം നമ്മൾ നടത്തി. അപ്പോ മുതൽ ആൾക്കാർക്ക് മനസ്സിലായി, ഇത് ചെറിയ കളിയല്ല. ഡോക്ടർ കേശവ ബൽറാം ഖെഡ്ഗേവാറിന്റെ ചിന്താഗതി ചെറുതല്ല. നോക്കൂ, 500 പേര് ക്രമമായിട്ട് ഗണവേഷധാരികളായിട്ട് കൈവീശിയിട്ട് ഏക് ദോ പറഞ്ഞ് ഘോഷിന്റെ താളത്തില് നാഗപ്പൂരിന്റെ തെരുവാരങ്ങളുടെ ഭഗവത്വം പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സങ്കല്പിച്ചു നോക്കും. പതുക്കെ കുറെ മുതിർന്ന ആൾക്കാർക്ക് നമ്മുടെ അനുഭവത്തിലേക്ക് വരാൻ തുടങ്ങി. ആദ്യകാലത്ത് നമ്മുടെ ശാഖയിലേക്ക് വന്ന മുഴുവൻ ആൾക്കാരും അവരുടെ സ്വജീവിതം ഭാരതാംബയ്ക്ക് വേണ്ടിയിട്ട് ഉഴിഞ്ഞു വെച്ചിട്ട് സർവ്വ ലൗകിക സുഖങ്ങളും മാറ്റിവെച്ചിട്ട് അവർ രാഷ്ട്രകാര്യത്തിന് വേണ്ടിയിട്ട് പൂർണ്ണസമയ പ്രവർത്തകരായിട്ട് ഡോക്ടർജിയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. അങ്ങനെ എത്തിയതാണ് നമ്മുടെ 2ാമത്തെ സർസംഘാലക പൂജനീയ ഗുരുജി. അദ്ദേഹമൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഭയ്യാജി ദാണി എന്ന് പറയുന്ന ആദ്യകാല സ്വയം സേവകൻ പഠിക്കാൻ വേണ്ടിയിട്ട് കാശി സർവകലാശാലയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ശാഖ സംഘടിപ്പിക്കുകയും ആ ശാഖയുടെ വിവിധ പരിപാടികൾ കാണാൻ വിളിക്കുകയും, പ്രൊഫസറാണ് അവിടുത്തെ ഗുരുജി, അദ്ദേഹത്തെ വിളിച്ച പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു. അദ്ദേഹത്തെ ആ നാഗപ്പൂർ ശാഖയുടെ ആദ്യത്തെ ശാഖാ സംഘചാലകമായിട്ട് നിശ്ചയിക്കുന്നു. അങ്ങനെ ഒരു ചുമതല നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ചില സംഘപരിപാടികൾ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ യാത്രയിൽ ഒപ്പം കൂട്ടുന്നു. അങ്ങനെ ക്ഷണിച്ചും പരിപാടികൾ കാണിച്ചു കൊടുത്തും മനസ്സിലാക്കിയും അതിനകത്ത് ചെറിയ പ്രസംഗങ്ങൾ സംസാരിച്ചും അധ്യക്ഷനാക്കിയൊക്കെ ഗുരുജി അവസാനം നമ്മുടെ പ്രവർത്തനത്തിൽ പൂർണ്ണ സമയ പ്രവർത്തകനായിട്ട് മാറും. അങ്ങനെ ഡോക്ടർജി കത്തിച്ച ഒരു ദീപം ഒരു 1940 ആവുന്ന സമയത്ത് ഭാരതത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും, നമ്മുടെ സമയപരിമിതി ഉള്ളതുകൊണ്ട് സവിസ്തരം കാര്യങ്ങൾ പറയുന്നില്ല, എല്ലാ പ്രദേശങ്ങളിലേക്കും സംഘപ്രവർത്തനം ഏകദേശമൊക്കെ വ്യാപിക്കുന്നു. ഈ കാലയളവിലുള്ളതിൽ നിരവധി പ്രമുഖരായിട്ടുള്ള ആൾക്കാർ സംഘവുമായിട്ട് ബന്ധപ്പെടുന്നു. ഗാന്ധിജി 2 തവണ സംഘത്തിന്റെ ശിബിരത്തിൽ വന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് ചൊല്ലിയിട്ടുണ്ട്. വാർത്താ ശിബിരത്തിൽ അദ്ദേഹം വന്നിരുന്നു. 1947 ഈ വിഭജനമൊക്കെ നടന്നതിന് ശേഷം ദില്ലിയിൽ നടന്നിട്ടുള്ള ഒരു സേവന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശിബിരത്തിൽ അദ്ദേഹം വന്നു. അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വാക്യങ്ങൾ നമ്മൾ ഓർക്കണം. അദ്ദേഹം വന്ന് സംഘ ശിബിരത്തിൽ വന്ന് ഓരോരുത്തരടുത്തും ചോദിച്ചു, നിങ്ങളുടെ ജാതി എന്താണെന്ന് ചോദിച്ച സമയത്ത് ഞങ്ങൾക്ക് ജാതിയില്ല, ഞങ്ങൾ സ്വയം സേവകരാണ്, ഞങ്ങൾ ഭാരതത്തിന്റെ പുത്രന്മാരാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട്
ധാരാളം ആൾക്കാരിങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം അതിശയത്തോട് പറയുകയാണ്, ഞാൻ പലയിടത്തും സഞ്ചരിച്ചിട്ടുണ്ട്, ഞാൻ പല സംഘടനകളും കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. അദ്ദേഹം പിന്നീട് ദില്ലിയിൽ വന്നിട്ട് നമ്മുടെ സംഘത്തിന്റെ സേവന മുഖങ്ങളെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹം സംഘത്തിന്റെ ശിബിരത്തിൽ വന്നിട്ടുണ്ട്. ശ്യാമപ്രസാദ് മുഖർജി അദ്ദേഹം സംഘത്തിന്റെ ശിബിരത്തിൽ വന്നിട്ടുണ്ട്. നോക്കൂ, രാഷ്ട്രത്തിന്റെ യഥാർത്ഥ നേതാവായിട്ടുള്ള, രാഷ്ട്രത്തിന്റെ പടത്തലവനായിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസ് 2 തവണ ഡോക്ടർജിയെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർജി അവസാനം മരിക്കുമ്പോൾ 1940 ജൂൺ 21 തീയതിയാണ് പരംപൂജനീയ ഡോക്ടർജി നമ്മളെ വിട്ടു പോകുന്നത്. 1940 ജൂൺ 20 തീയതി അദ്ദേഹം അവസാനമായിട്ട് പരംപൂജനീയ ഡോക്ടർജി സംസാരിച്ച വ്യക്തി സുഭാഷ് ചന്ദ്രബോസാണ്. നോക്കൂ, അങ്ങനെയുള്ള മഹത്തായിട്ടുള്ള എത്രയോ ആൾക്കാർ ഈ കാലഘട്ടത്തിനുള്ളിൽ സംഘത്തിൽ വരികയും സംഘത്തിന്റെ പരിപാടികൾ മനസ്സിലാക്കുകയും സംഘത്തെ പ്രകീർത്തിക്കുകയും ചെയ്തിരുന്നു. ഒരു 40 കാലഘട്ടമൊക്കെ ആകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരംപൂജനീയ ഡോക്ടർജി നിരന്തര യാത്ര, ഉറക്കമില്ലാത്ത സംഘകാര്യത്തിന് വേണ്ടിയിട്ട് സദാസമയം മുഴുകിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർജിയുടെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി. 1940 ജൂൺ 9 സമയത്ത് കിടക്കയിൽ നിന്നിട്ടൊന്ന് എണീറ്റിരിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ച സമയത്ത് നാഗപ്പൂരിൽ നടക്കുന്ന ഒരു സംഘശിക്ഷ അവർക്ക് നടക്കുകയാണ്. അതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർജി വാശി പിടിക്കുകയാണ്. ഗുരുജി പരിചരിക്കാൻ ഒപ്പമുണ്ട്. പ്രബന്ധകായിട്ടൊരു പയ്യനുണ്ട്. ആ പയ്യന്റെ അടുത്ത് പറയാണ്, എനിക്ക് പോണം. ഉണരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബോധം പോകും. രോഗാവസ്ഥ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. ബോധം വരുന്ന സമയത്ത് അദ്ദേഹം ഉണർന്നിട്ട് പറയാണ്, എനിക്ക് നാഗപ്പൂർ നടക്കുന്ന ശിബിരത്തിൽ പങ്കെടുക്കണം. നിങ്ങൾ പോയിട്ട് ഗുരുജി എടുത്ത് പറയൂ, എന്നെ കൊണ്ടുപോകാൻ പറയൂ, വണ്ടി കൊണ്ടുവരാൻ പറയൂ. ഈ പ്രബന്ധം ആകെ വിഷമത്തിലാണ്. ഗുരുജി എടുത്ത് ഈ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് യാതൊരു കാരണവശാലും ശരീരം അനക്കാൻ പാടില്ല, അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ലെന്നാണ്. അങ്ങനെ ഈ പ്രബന്ധം വന്നിട്ട് പറയാണ്, നോക്കൂ, ഡോക്ടർജി അകത്തിരുന്ന് കരയുന്നു. ഗുരുജി ആകെ വിഷമത്തിലായി. ഡോക്ടർജി വലിയ വായിൽ കരയുന്നു. അപ്പൊ ഗുരുജി ചോദിക്കണം, ഗുരുജി മുമ്പിലേക്ക് പോവില്ല, പോയി കഴിഞ്ഞാൽ പ്രശ്നം നടന്ന് ഇതേ ആവശ്യങ്ങൾ ഉന്നയിക്കും. അപ്പൊ എന്താണ് ആവശ്യം എന്ന് ചോദിക്കാൻ പറയുന്നത്, ശിബിരത്തിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. അദ്ദേഹം പറയാണ്, എനിക്ക് ഗതി വന്നല്ലോ, എനിക്ക് എണീക്കാൻ സാധിക്കുമായിരുന്നു, ഞാൻ നടന്നുപോയനെ. ഞാൻ എന്ത് പറയണം ഗുരുജി എന്ന് ചോദിക്കുകയാണ് പ്രബന്ധകൻ. അവസാനം ഗുരുജി വളരെ വിഷമത്തോട് കൂടിയിട്ട് കണ്ണീരൊലിപ്പിച്ചോണ്ട് ഗുരുജി പറയുന്ന ഒരു വാക്യമുണ്ട്, ഒരു പ്രേരണാദായകമായിട്ടുള്ള വാക്യമാണ്. അദ്ദേഹം പറയുന്നു, സംഘത്തിന്റെ സർക്കാർ വക പറയുന്നു, പോയി പറയൂ, പോകാൻ സാധ്യമല്ല. ഈ പ്രബന്ധകൻ തിരിച്ചു പോയിട്ട് പറയുകയാണ്, പേടിച്ചിട്ടാണ് പറയുന്നത്. കാര്യം സംഘത്തിലെ ഏറ്റവും ഉന്നതിയിലുള്ള ചുമതല സർസംഘചാലക. ഈ പയ്യൻ പേടിച്ചു പോയിട്ട് ഈ പ്രബന്ധകൻ ചെന്നിട്ട് പറയാണ്, ഗുരുജി അല്ല ഡോക്ടർജി, സംഘത്തിന്റെ സർക്കാർ വാക്ക് പറയുന്നു, ഈ പരിപാടിക്ക് പോകാൻ സാധ്യമല്ല. ഡോക്ടർജി കുറെ നേരം മിണ്ടാതിരുന്നിട്ട് പറയുകയാണ്, കണ്ണീര് ഒലിപ്പിച്ചിട്ട് കണ്ണുനീര് തുടച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, സംഘത്തിന്റെ സർക്കാർ വാക്ക് പറഞ്ഞാൽ കേൾക്കേണ്ടതാണ്. സംഘത്തിന്റെ സർക്കാർ വാക്കിന്റെ ഒരു നിർദ്ദേശമുണ്ടെങ്കിൽ അത് എല്ലാവർക്കും, എല്ലാ സ്വയം സേവനും കേൾക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാനതിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ മൗനവ്രതമാണ്. പിന്നൊന്നും മിണ്ടുന്നില്ല. ആര് പോയിട്ട് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹം പ്രതിഷേധമൊന്നുമില്ല. അദ്ദേഹം ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണീര് വാർക്കുന്നുണ്ട്. അപ്പൊ ഈ അവസ്ഥ കണ്ടിട്ട് ഗുരുജിക്ക് സഹിക്കാൻ വയ്യ. ഗുരുജി വിചാരിച്ചു എന്തും വരട്ടെ. ഗുരുജി അതങ്ങനെ ഇദ്ദേഹത്തെ പോയിട്ട് പറയുകയാണ്, വരൂ നമുക്ക് പോകാന്ന് പറയുക. അങ്ങനെ 1940 ജൂൺ 9 ഇദ്ദേഹത്തെ കൊണ്ടിട്ട് ആ ശിബിരത്തിലേക്ക് പോകണം. ക്ലേശകരമാണ് യാത്ര. ഇരിക്കാൻ സാധിക്കില്ല, നിൽക്കാൻ സാധിക്കില്ല, നടക്കാൻ സാധിക്കില്ല, ഉച്ചത്തിൽ സംസാരിക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് അവിടേക്ക് ശിബിരത്തിൽ വരുന്നു. ആ ശിബിരമാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഡോക്ടർജിയുടെ അവസാന സന്ദേശമുള്ള ശിബിരമാണ്. ഡോക്ടർജി അവിടെ വന്നിട്ട് പറഞ്ഞു, പ്രിയ സ്വയം സേവക സഹോദരന്മാരെ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് സംഘത്തിന്റെ ചെറിയൊരു, ഈ രാഷ്ട്രത്തിന്റെ പല ഭാഗത്തായിട്ട് ഉള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഞാനിപ്പോ ഹിന്ദു രാഷ്ട്രത്തിന്റെ ഒരു ചെറിയ രൂപം കാണുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ധാരാളം ക്ലേശകരമായിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, പ്രിയ സ്വയം സേവകരെ, ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. 5 വർഷം മുമ്പ് ഞാനൊരു സ്വയം സേവകനായിരുന്നു എന്ന ദൗർഭാഗ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പറയാനുള്ളൊരു ദൗർഭാഗ്യം നമുക്കാർക്കും ഉണ്ടാവാതിരിക്കട്ടെ. നോക്ക്, ഈ മന്ത്രം നമ്മുടെ മനസ്സിൽ സ്വീകരിക്കണം. നമ്മളെല്ലാവരുടെ പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ്. നമ്മൾ സ്വയം സേവകരാണ്. 5 വർഷം മുമ്പ് ഞാനൊരു സ്വയം സേവനാണെന്ന് നമ്മൾ പറയാനുള്ള ദൗർഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അവസാനത്തെ അദ്ദേഹത്തിന്റെ സന്ദേശം നൽകിയിട്ട് 1940 ജൂൺ 21 രാവിലെ 9:45
ആ ശരീരം നമുക്ക് ഒരു വലിയ ആദർശത്തിന് വേണ്ടിയിട്ട് ജനിച്ച് ജീവിച്ച് വളർന്ന് സമൂഹത്തിൽ ഒരു നെയ്ത്തിരി, ഒരു ചെറിയ നെയ്ത്തിരിയാണ് നാഗപ്പൂര് കത്തിയത്. അത് സമൂഹത്തിന്റെ, രാഷ്ട്രത്തിന്റെ എല്ലാ മേഖലകളിലേക്കും സാംസ്കാരികപരമായിട്ടുള്ള ഇത്തരം സംഘടനയുടെ വ്യാപനം കാഴ്ചപ്പാടോടുകൂടിയിട്ട് വ്യാപിപ്പിക്കാൻ നമ്മുടെ പൂജനീയ ഡോക്ടർജിക്ക് സാധിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം നമുക്കത് കാട്ടിത്തന്നു. മാതൃകാ സ്വയം സേവകൻ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ജൂലൈ 3-ാം തീയതി 1940 ജൂലൈ 3-ാം തീയതി പൂജനീയ ഗുരുജി, പരംപൂജനീയ ഡോക്ടർജിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള കത്തുകൾ അത് വായിച്ച് പൂജനീയ ഗുരുജി അദ്ദേഹം പിൻഗാമിയായിട്ട് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ ചുമതലയേൽപ്പിക്കുന്നു. പിന്നീട് ഗുരുജി നീണ്ട 33 വർഷം ഈ രാഷ്ട്രത്തിന്റെ എല്ലാ മേഖലകളിലും നിരന്തരം പ്രവാസം ചെയ്ത് സംഘത്തെ വളർത്തി. സംഘം വളരുന്ന കാലഘട്ടത്തിൽ ധാരാളം എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ധാരാളം സ്വയം സേവകരെ നമുക്ക് നഷ്ടമായി. നമ്മുടെ ആശയം എത്തിപ്പെടുന്ന മേഖലകളിൽ നമുക്ക് കരുത്തില്ലാത്ത മേഖലകളിൽ കായികപരമായിട്ട് നമ്മളെ ആൾക്കാർ ആക്രമിച്ചു. നമ്മുടെയൊക്കെ സ്വയം സേവകരുടെ ജീവനെടുത്തു. എന്നിട്ട് നമ്മൾ പതറിയില്ല. 1948 ഗാന്ധിവധം ആരോപിച്ചുകൊണ്ട് സംഘത്തെ എങ്ങനെയും ഇല്ലാതെയാക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് നെഹ്റു സർക്കാർ അതിനുവേണ്ടി ചരട് വലിച്ചു. നോക്കൂ, ഗുരുജി മദ്രാസിലെ പ്രവാസത്തിലാണ്. ഗുരുജി അത് അറിഞ്ഞിട്ട് അനുശോചനമൊക്കെ അയച്ചു കൊടുക്കണം. നമുക്കതിൽ പങ്കില്ല. 6-7 അന്വേഷണ കമ്മീഷൻ സർക്കാർ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചിട്ട് സംഘത്തിന്റെ പങ്ക് അതിൽ കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നും ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇന്നും സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്നത് ഗാന്ധി ഘാതകര് RSSകാരാണെന്ന് പറയുക. നോക്കൂ, ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ കലണ്ടർ അറിയാമെന്ന് ഞാൻ പറയുന്നില്ല, കലണ്ടറില് ഗാന്ധിജിയുടെ മരണം RSSകാരാൽ വധിക്കപ്പെട്ട ദിനം എന്നെഴുതി ചേർത്തിരുന്നു. അതിനെതിരെ നമ്മൾ കേസിന് പോയി, മാനനഷ്ട കേസിന് പോയി. അവർ വലിയ നഷ്ടപരിഹാരമൊക്കെ നമുക്ക് തരേണ്ട വന്നു. കാര്യം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. എത്രയോ ആൾക്കാർ, ഭരണരംഗം നമ്മളല്ല, പോലീസ് നമ്മുടെയല്ല, അന്വേഷണ കമ്മീഷൻ നമ്മുടെയല്ല, ധാരാളം കമ്മീഷനെ വെച്ചിട്ട് ഏതേലും ഒരു മേഖലയിൽ, ഒരു പോയിന്റിൽ, ഏതേലും ഒരു അംശത്തിൽ സംഘത്തിന്റെ പങ്കിനകത്ത് കൂട്ടിക്കെട്ടാൻ നോക്കിയാലൊക്കെ അത് വിജയിച്ചില്ലത്. സംഘത്തെ നിരോധിച്ചു. ആ കാലഘട്ടത്തിലെ സംഘത്തിൽ ഈ പേരും പറഞ്ഞുകൊണ്ട് നിരോധിച്ചു. ധാരാളം പീഡനങ്ങൾ ആ സമയത്ത് ഏറ്റുവാങ്ങി. ധാരാളം കാര്യാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. ധാരാളം സ്വയം സേവകരെ ആക്രമിക്കപ്പെട്ടു. ധാരാളം സ്വയം സേവകരെ കൊലപ്പെടുത്തി. ഗുരുജി നമ്മുടെ അടുത്ത് പറഞ്ഞു, സൗമ്യമായിട്ടിരിക്കൂ, ശാന്തമായിട്ടിരിക്കൂ. നമ്മുടെ മാർഗം അക്രമമല്ല. നമ്മൾ സംഘത്തെ പിരിച്ചുവിട്ടു. ഗുരുജി സംഘത്തെ പിരിച്ചുവിട്ടുകൊണ്ട് പ്രഖ്യാപിച്ചു, അന്വേഷണത്തിന് ശേഷം സർക്കാർ പറയുന്ന മാനദണ്ഡം അനുസരിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് തെറ്റിദ്ധാരല്ലെന്ന് ബോധ്യപ്പെടുന്ന കാലത്ത് സംഘപ്രവർത്തനം പുനരാരംഭിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ കേരളത്തിലുമൊക്കെ നമ്മുടെ ആ സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങളുണ്ട്. ധാരാളം ആൾക്കാർ ആ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജയിൽവാസമൊക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് 1925 തൊട്ട് 47 വരെയുള്ള ഒരു ചരിത്രമാണ്. 42-ലാണ് നമുക്ക് കേരളത്തിൽ സംഘപ്രവർത്തനം ആരംഭിക്കുന്നത്. നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് പ്രകാരം കേരളത്തിൽ ആദ്യമായിട്ട് സംഘപ്രവർത്തനം ആരംഭിച്ചത് കോഴിക്കോടാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. 1940 മാർച്ച് 15-ാം തീയതി യശ്വന്ത് തേലങ് എന്ന് പറയുന്ന ഒരു പ്രചാരകൻ സംഘനിയോഗപ്രകാരം തിരുവനന്തപുരത്ത് വരികയും അദ്ദേഹത്തിന്റെ കൂടെ കാശി സർവകലാശാലയിൽ പഠിച്ചിരുന്ന ഒരു കേശവൻ നായരെ തിരക്കിയിട്ടുണ്ട്. അഡ്രസ്സുമായിട്ടാണ് വരുന്നത്. ഇപ്പൊ കേശവൻ നായരെ തിരുവനന്തപുരത്ത് വന്ന അഡ്രസ്സിൽ കണ്ടുപിടിക്കുന്നു. കേശവൻ നായർ ആ കാലഘട്ടത്തിലെ സർക്കാർ സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് കാശി സർവകലാശാലയിൽ പഠിച്ചിരുന്നത്. അതുകൊണ്ട് തിരിച്ചു വന്ന് സർക്കാരിന് വേണ്ടിയിട്ട് സർക്കാർ പറയുന്ന ഉദ്യോഗം സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹം ഇവിടെ വന്ന് തിരിച്ച് ഡോക്ടറായി. ആ സമയത്ത് ഈ കേശവൻ നായർ ഇവിടുത്തെ ആയുർവേദ ഡയറക്ടറാണ്. ഇങ്ങനെ കേശവൻ നായരെ കണ്ടിട്ട് സംഘപ്രവർത്തനം ആരംഭിക്കാനുള്ള സഹായം ചോദിക്കുന്ന സമയത്ത് കേശവൻ നായർ പറഞ്ഞു, എനിക്ക് സർക്കാർ സർവീസിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് ബന്ധപ്പെടാൻ സാധിക്കില്ല, ഞാൻ കുറച്ചാൾക്കാരെ ബന്ധപ്പെടുത്തി തരാം. അങ്ങനെ മാന്നാറുള്ള ഒരു ഗോപാലപിള്ള, അങ്ങനെ ആ പ്രദേശത്തുള്ള കുറച്ചാൾക്കാരെ ചേർത്തിട്ട് നമ്മൾ ഇന്ന് പുത്തൻ ചന്ത എന്ന് പറയുന്ന ഇന്നത്തെ സംസ്കൃതി ഭവൻ ഇരിക്കുന്ന സ്ഥലത്താണ് ആദ്യത്തെ ശാഖ തുടങ്ങുന്നത്. 1940 മാർച്ച് 19-ാം തീയതി, അതായത് ഇദ്ദേഹം ശാഖ തുടങ്ങി കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാണ് ദത്തോപാദ് ഠേങ്കിഡ്ജി കേരളത്തിലേക്ക് വരുന്നത്. അദ്ദേഹം ദാദാജി പരമാർത്ഥത്തിലുള്ള ഒരു കത്തുമായിട്ട്, ഗുരുജിയുടെ കത്തുമായിട്ട് വരുന്നു. ഇദ്ദേഹത്തെ ശരിയായിട്ടുള്ള സ്ഥലത്ത് നിയോഗിക്കുക. അങ്ങനെ ആ നിയോഗം ദാദാജിയുടെ അവിടെ വന്ന സമയത്ത് തന്നെ ദാദാജി വേറൊരു കത്ത് കൊടുത്തു. അവിടുത്തെ മദ്രാസ് പ്രാന്തത്തിലെ അവിടുത്തെ ഹൈക്കോടതിയിലെ ഒരു വക്കീലായിട്ടുള്ള രാജഗോപാലൻ ആചാരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കത്തോട് കൂടിയിട്ട് ഈ നാട്ടിലുള്ള ഒരു സുന്ദരയ്യ, കോഴിക്കോടുള്ള ഒരു സുന്ദരയ്യക്ക് ഒരു കത്ത് കൊടുത്തിട്ടു. ഇദ്ദേഹം അഡ്വക്കേറ്റാണ്. സുന്ദരയ്യക്ക് കത്തുമായിട്ട് വരുന്ന സമയത്ത് സുന്ദരയ്യെ കാണുന്ന
തേങ്കിടിച്ച് ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ സുന്ദരയ്യ പറഞ്ഞു, മോനെ ഈ പൈപ്പൊന്നും ഇവിടെ വേവില്ല, മോനെ ഈ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല, നീ വെറുതെ വന്നേ, നീ നല്ലൊരു ചെറുക്കനാണ്, വിദ്യാഭ്യാസമുള്ള ചെറുക്കനാണ്, നീ പോയി നിന്റെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കൂ, നീ നന്നായിട്ട് പഠിക്കണം, ഇതൊന്നും ഇവിടെ നടപ്പിലല്ല മോനെ, ആവശ്യത്തിലധികം സംഘടനകൾ ഇവിടെയുണ്ട്, നിനക്ക് തിരിച്ചു പോകാൻ വണ്ടിക്കൂലി വേണമെന്ന് ചോദിച്ചു. അപ്പൊ ആ പറഞ്ഞ സമയത്ത് തിരിച്ച് ഇദ്ദേഹം പറയാണ്, വണ്ടിക്കൂലി ഇപ്പൊ ആവശ്യമില്ല, വണ്ടിക്കൂലി ആവശ്യമായിട്ട് വരുവാണെങ്കിൽ ഞാൻ ചോദിക്കാം. അങ്ങനെ അദ്ദേഹം അവിടെ തിരക്കി നടന്നിട്ട് അവിടെ ഒരു ഹിന്ദി വിദ്യാലയ, ഹിന്ദി ഭാഷാ പ്രചാരകരുടെ ഒരു സംഘടനയുണ്ട്. അതിന്റെ രക്ഷാധികാരിയായിട്ടുള്ള PKM രാജ, ഒരു കോവിലത്തെ അംഗമാണ്. അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ആശയങ്ങൾ പങ്കുവെക്കുകയും അവർ സൗഹൃദത്തിലാകുകയും പിന്നീട് ഈ PKM രാജയുടെ ചാലപ്പുറത്തുള്ള, കോഴിക്കോട് ചാലപ്പുറത്തുള്ള വെമ്പ്ളാശ്ശേരി വീട്, അതിന്റെ മുറ്റത്താണ് നമ്മൾ സംഘപ്രവർത്തനം രണ്ടാമത്തെ ശാഖ ആരംഭിക്കുന്നത്. അങ്ങനെ ആദ്യകാലത്ത് അനവധി ആൾക്കാർ സംഘത്തിലേക്ക് വന്നു. TN ഭരതൻ, P മാധവ്ജി, പരമേശ്വർജി, P കുമാരൻ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ആൾക്കാർ, ആദ്യകാല സ്വയം സേവകർ, അവരെല്ലാം പിന്നീട് സംഘത്തിന്റെ ശിബിരങ്ങൾ പൂർത്തിയാക്കുകയും സംഘത്തിന്റെ പ്രചാരകന്മാരായിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, 1942 സംഘപ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്ന സമയത്ത് കേരളത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. 1921 മാപ്പിള ലഹളയ്ക്കൊക്കെ ശേഷം ഇവിടുത്തെ ഹിന്ദുക്കളുടെ മനസ്ഥിതിയിലും ധൈര്യത്തിലൊക്കെ ഒട്ടുമുക്കാൽ ആൾക്കാരുടെയും ധൈര്യം ചോർന്നു പോയിരുന്നു. ഇവിടെ ധാരാളം ക്ഷേത്രങ്ങൾ അന്തിത്തിരി കത്തിക്കാൻ അവസ്ഥയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ഹിന്ദുവിന് ചോദിക്കാൻ ആരുമില്ലായിരുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിലാണ് സംഘപ്രവർത്തനോട് ആരംഭിക്കുന്നത്. ഈ പരിപ്പ് ഇവിടെ വേവില്ല മോനെ RSSകാരാന്ന് പറഞ്ഞ അനവധി ആൾക്കാരുണ്ടായിരുന്നു. കമ്മ്യൂണിസം ശക്തിപ്പെട്ടു നിൽക്കുന്ന കാലഘട്ടമായിരുന്നു. എല്ലാ മേഖലകളിലും വേരോടുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ മേഖലകളിലെല്ലാം നമ്മൾ കടന്നു ചെന്നുകൊണ്ട്, സമയം വളരെ കുറവാണ്, വളരെ താമസിച്ചാണ് നമ്മൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ചുരുക്കി പറയാം. അങ്ങനെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ സംഘപ്രവർത്തനം കേരളത്തിൽ വേരുപിടിപ്പിച്ചെടുത്തു. നമുക്ക് ധാരാളം ആൾക്കാരെ നഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് നമുക്കൊരു കാസർഗോഡുകാരൻ, ഒരു സ്വയം സേവനാണ് ആദ്യത്തെ ബലിദാനി. പോലീസ് ലോക്കപ്പ് മർദ്ദനത്തിൽ അദ്ദേഹത്തെ ആ കാലഘട്ടത്തിൽ 42-43 ആ കാലഘട്ടമൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തെ നമുക്ക് ഇല്ലാതെയായി. പിന്നീട് ഇങ്ങോട്ട് തുടങ്ങി നമ്മുടെ ആരാധ്യനായിട്ടുള്ള അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 296 സ്വയം സേവകര് ഒരു കൊടി കെട്ടാൻ പോയതിന്, ഉറക്കെ വന്ദേമാതരം വിളിച്ചതിന്, ഭാരതാംബയ്ക്ക് ജയ് വിളിച്ചതിന്, നമസ്തേ സദാവത്സലെ ഉറച്ചു പാടിയതിന്, ഈ ആദർശത്തിന് വേണ്ടിയിട്ട് എത്ര പേര് ജീവൻ കൊടുത്തു ഈ കേരളത്തിൽ. നോക്കൂ, നമ്മുടെ സംഘപ്രവർത്തനം വ്യാപിച്ചു. നമ്മൾ പതുക്കെ നമ്മൾ എല്ലാവരും നമ്മളെ ആക്ഷേപിച്ചു, പരിഹസിച്ചു, അവഗണിച്ചു. അതിൽ നിന്നെല്ലാം നമ്മൾ കരുത്തോട് കൂടിയിട്ട്, ഊർജ്ജത്തോട് കൂടിയിട്ട് നമ്മൾ വളർന്നിട്ട് ധാരാളം ഹിന്ദുവിന്റെ സംഘടന എന്ന നിലയിൽ മുഴുവൻ ഹിന്ദു സമാജത്തിനും ആത്മവിശ്വാസം കൊടുക്കുന്ന തരത്തിൽ ധാരാളം പരിപാടികൾ സംഘടിപ്പിച്ചു. നമ്മൾ ഹിന്ദു സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു, ഹിന്ദു മഹാസമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. നമ്മൾ ഗോരക്ഷാ യാത്രകൾ നടത്തി. നമ്മൾ അയോധ്യ പ്രക്ഷോഭ കാലഘട്ടത്തിൽ ധാരാളം സ്വയം സേവനം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. വീടാന്തരങ്ങളിൽ നമ്മൾ സമ്പർക്കം ചെയ്തു. ധാരാളം സേവന മുഖങ്ങൾ നമ്മൾ തുറന്നു. നമ്മൾ 1,00,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുഴുവൻ ഹിന്ദുക്കൾക്കും ആത്മവിശ്വാസം കൊടുക്കുന്ന കേരളത്തിലെ പരിപാടി നമ്മൾ കൊല്ലത്ത് നടത്തി. നമ്മൾ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് പ്രക്ഷോഭങ്ങൾ നടത്തി. നമ്മളിവിടുത്തെ ഓരോ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രക്ഷോഭങ്ങൾ നടത്തി. ഒരു ഹിന്ദു ധർമ്മത്തിൽ നിന്നിട്ട് മതപരിവർത്തനം ചെയ്ത് മുസ്ലിം മതത്തിൽ നിന്നിട്ട് മതപരിവർത്തനം ചെയ്തിട്ട് ഹിന്ദുവായിട്ട് ധർമ്മം സ്വീകരിച്ച ഒരു വ്യക്തിയെ നമുക്കറിയാം, നരസിംഹൻ, ദയാസിംഹൻ എന്നൊക്കെ പറഞ്ഞിട്ട് മലപ്പുറത്തൊക്കെ ഇട്ടനൊക്കെ ആ ശവമൊന്ന് ഏറ്റെടുക്കാൻ പോലും ആ കാലഘട്ടത്തിലെ ഹിന്ദുക്കൾ ആരും ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്നിട്ട് ഒരു ഹിന്ദുക്കൾക്കുണ്ടാവുന്ന സകല പ്രശ്നങ്ങൾക്കും ചോദ്യം ചെയ്യപ്പെടാൻ ഹിന്ദവ സോദര സർവേ ന ഹിന്ദു പതിതോത്വവേ മമ ദീക്ഷ ഹിന്ദു രക്ഷക മമ മന്ത്ര സമാനത എന്ന് പറഞ്ഞുകൊണ്ട് ഉടപ്പിറപ്പുകളായിട്ടുള്ള ഹൈന്ദവരാരും ഒരിക്കലും വീണുപോകുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട്, തുണയ്ക്കുകയാണവരെ ഞങ്ങളുടെ വ്രതമെന്ന് പറഞ്ഞുകൊണ്ട്, ഇതാണ് ഞങ്ങളുടെ മന്ത്രമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹിന്ദു സംഘടനകളെ ധാരാളം മേഖലകളിൽ നമ്മുടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വേരോട്ടം ആരംഭിച്ചു. സംഘം വളർന്നു, സമാജം നമുക്കൊപ്പം വന്നു. സംസ്കാര സമ്പന്നമായിട്ടുള്ള ഈ സംഘടനകളുടെ ഉപസംഘടനകൾ ഉണ്ടായി. ധാരാളം വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. എല്ലാ മേഖലയിലും സംഘം സർവ്വവ്യാപിയും സർവസ്പർശിയുമായിട്ട് മാറണമെന്ന സങ്കല്പത്തിൽ എല്ലാവരുടെ ഇടയിലെ, എല്ലാ തൊഴിൽ മേഖലകളിലെ, വിദ്യാർത്ഥികൾക്കിടയിലെ, കുട്ടികൾക്കിടയിലെ സംഘം വളർന്നു. നമ്മൾ അഭിമാനത്തോടെ പറയുന്നു, ഏകദേശം 2 ലക്ഷത്തിൽ പരം സ്ഥലത്ത് നമുക്ക് ശാഖ നടക്കുന്നു.
ഏകദേശം 6000-ഓളം പ്രചാരകന്മാർ പൂർണ്ണസമയമായിട്ട് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. 20 ലക്ഷത്തോളം ആൾക്കാർ നിത്യശാഖയിൽ വരുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്ന് വ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വിവിധ ക്ഷേത്ര സംഘടനകൾ, 14 കോടിയുള്ള ആൾക്കാരുള്ള ഭാരതീയ ജനതാ പാർട്ടി, 7 ലക്ഷത്തോളം പേരുള്ള വിശ്വ ഹിന്ദു പരിഷത്ത്, ഏകദേശം 3 ലക്ഷത്തിലധികം ആൾക്കാരുള്ള ABVP, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലേക്ക് ജനകീയമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിച്ചു. കേരളത്തിൽ തന്നെ ഉടലെടുത്ത എത്രയോ സംഘടനകൾ, എത്രയോ വിവിധ ക്ഷേത്ര സംഘടനകൾ. അങ്ങനെ 1925 കത്തിച്ചിട്ടുള്ള ഒരു ദീപം ഇന്ന് പടർന്ന് പന്തലിച്ച് ഇന്ന് 100ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ആദിമകാലത്തെ ആദ്യ ശാഖയിലെ ആദ്യ സ്വയം സേവകൻ കണ്ട സ്വപ്നമുണ്ടല്ലോ, രാഷ്ട്രത്തിന്റെ പരമവൈഭവം. ഇന്ന് നമുക്ക് ഏറെക്കുറെയൊക്കെ അത് കാണാൻ സാധിക്കുന്നു. അന്നവരത് കണ്ടില്ല. നമുക്ക് മുമ്പേ ജനിച്ച് ജീവിച്ച് വളരെ കഷ്ടപ്പാട് നിറഞ്ഞ കാലഘട്ടത്തിൽ സംഘടനാ വർക്ക് ചെയ്ത് മുമ്പോട്ട് പോയ ആൾക്കാർക്ക് കാണാൻ സാധിക്കാത്ത പല കാര്യങ്ങളും, കാഴ്ചകളും, വൈഭവത്തിന്റെ പൊന്നൊളികൾ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നു. ഇന്ന് നോക്കൂ, നമ്മുടെ രാഷ്ട്രം എത്രമാത്രം വികസിച്ചിരിക്കുന്നു. നമ്മൾ നോക്കുന്ന സമയത്ത് സംഘത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് സംഘപ്രചാരകനായിട്ടുള്ള, സ്വയം സേവകനായിട്ടുള്ള, ആരാധ്യനായിട്ടുള്ള ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, അദ്ദേഹം ഇന്ന് ഭരണരംഗത്ത് ഏകദേശം 2 ടേമായിട്ട് അദ്ദേഹം ഭരണം നടത്തുന്ന സമയത്ത് ഇതുവരെ രാഷ്ട്രം കാണാത്ത വികസനങ്ങളുടെ കൊടുമുടിയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. നോക്കൂ, ആത്മനിർഭർ ഭാരത്, ഭാരതത്തിന്റെ അമൃത കാലഘട്ടം. നമുക്ക് കുറച്ച് കാലഘട്ടം മുമ്പ് ഇത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. 10-60 വർഷത്തോളം ഇതര സർക്കാരുകൾ ഭരിച്ചിട്ട് അവരെന്താ ചെയ്തത്? അവരുടെ വികസനമാണ് നടന്നിട്ടുള്ളത്. സംഘം ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാനില്ലാതെ, ഒന്നും കുടുംബത്തിലേക്ക് കൊണ്ടുപോകേണ്ടാത്ത ആൾക്കാർ വന്നിട്ട് ആദർശപരമായിട്ട്, പ്രേരണാപരമായിട്ട് ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, വൈഭവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ വികസനങ്ങൾ കാണാൻ തുടങ്ങി. നോക്കൂ, കാർഗിൽ യുദ്ധമൊക്കെ ഈ മുൻകാലങ്ങളിൽ നടക്കുന്ന സമയത്ത് ഇവിടെ പട്ടാളക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. നമ്മുടെ 20ഓളം പട്ടാളക്കാർ മരിച്ചു വീഴുമ്പോൾ മാത്രമാണ് പാകിസ്ഥാനിലെ ഒരു പട്ടാളക്കാരന് വെടിയേൽക്കുന്നത്. നമുക്ക് സാങ്കേതിക വിദ്യയില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് സാറ്റലൈറ്റ് ഇല്ല. നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ സാറ്റലൈറ്റിനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ കെഞ്ചി. നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ സാറ്റലൈറ്റ് ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇവരൊക്കെ മുൻകൂട്ടി വന്നിട്ട് അവിടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ പട്ടാളക്കാർക്ക് കുന്നിന്റെ അടിയിൽ നിന്ന് വലിഞ്ഞു കയറണം. ആയുധങ്ങൾ, എഫിഷ്യൻസിയുള്ള ആയുധങ്ങളില്ല, നമുക്ക് സാങ്കേതിക വിദ്യകളില്ല. അപ്പൊ നമ്മൾ പറഞ്ഞപ്പോൾ ആരും നമ്മളെ സഹായിച്ചില്ല. അന്ന് സഹായിച്ച ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അത് വന്നു കഴിഞ്ഞപ്പോഴാണ് സാറ്റലൈറ്റൊക്കെ നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവച്ച സമയത്താണ് നമുക്ക് പിന്നീട് ആ യുദ്ധം ജയിക്കാൻ സാധിച്ചത്. ഇന്ന് നമ്മുടെ അവസ്ഥ ഏതാണോ നിങ്ങൾ സങ്കല്പിക്കൂ. ഇന്ന് രാഷ്ട്രത്തിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഒരുത്തനിരുന്ന് ചിന്തിക്കുന്നത് എന്തോന്ന് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും. നോക്കൂ, ഇന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രു രാജ്യം നമ്മുടെ ഭാഗമായിരുന്നു. ഇന്ന് നമ്മളെ ശത്രുക്കളായിട്ട് കണ്ടിട്ട് നിരന്തരം നമുക്കെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആ നാട്ടിലെ ഏതെങ്കിലും ഉൾഗ്രാമങ്ങളിൽ അവന്റെ വീട്ടിന്റെ മുറ്റത്തിരുന്നിട്ട് അവൻ കഴിക്കുന്ന റൊട്ടിയുടെ എണ്ണം നമ്മൾ പറയും. നമ്മുടെ സാങ്കേതിക വിദ്യ വികസിച്ചു. അവൻ സബ്ജിയാണോ ഡാലാണോ അതിൽ ഒഴിക്കുന്നതെന്ന് നമ്മളിന്ന് പറയും. നമ്മുടെ സാങ്കേതിക വിദ്യ വികസിച്ചു. ധാരാളം ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റുകൾ നമുക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച് മറ്റു രാജ്യങ്ങളുടെ സഹകരണത്തോടെ നിർമ്മിച്ച് നമ്മൾ വിക്ഷേപണം നടത്തിയിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ആയുധ സാങ്കേതിക വിദ്യ വികസിച്ചു. ഇന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുകയാണ്, ഭാരതത്തിലെ ആയുധം ഒരു സമയത്ത് നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ ഭൂരിഭാഗവും നമ്മൾ ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചിരുന്നു. ഏറ്റവും വലിയ ബഡ്ജറ്റ് പ്രതിരോധ രംഗത്താണ് നമ്മൾ ചെലവഴിച്ചിരുന്നത്. അത് മാറി. പണ്ട് നമ്മൾ പോയിട്ട് വല്ലവരുടെ അടുത്ത് ചോദിക്കും, ഉപയോഗിച്ച തോക്ക് വല്ലതും ഉണ്ടോ കുറച്ചെടുക്കാൻ, ഉപയോഗിച്ച കപ്പൽ വല്ലതും ഉണ്ടോ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വിൽക്കാൻ എന്ന് നമ്മൾ ചോദിച്ച കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാൻ വേണ്ടുന്ന കരാറുകളിൽ മറ്റു രാജ്യങ്ങൾ ഒപ്പിടുന്നു. നോക്കൂ, വൈഭവത്തിന്റെ പൊന്നൊളി നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ ബ്രഹ്മോസ് മിസൈല് നമ്മൾ എല്ലാ രാഷ്ട്രങ്ങളുമായിട്ട് ഇപ്പൊ അത് കരാറായിട്ടുണ്ട്. ഈ ആയുധം വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മൾ കരാർ ഇപ്പൊ ഒപ്പുവെച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിന് മാത്രമേ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുള്ളൂ. ആ രാജ്യമാണ് പാകിസ്ഥാൻ. അവര് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നമ്മളിപ്പോ ആയുധമായിട്ട് നമ്മുടെ ആയുധങ്ങൾക്ക് ഡിമാൻഡ് വന്നിരിക്കുന്നു. ചെറുതും വലുതുള്ള 10-27 രാജ്യങ്ങൾ അവരുടെ രാഷ്ട്രത്തിന്റെ പരമോന്നത ബഹുമതി കൊടുത്തിട്ട് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ ആദരിച്ചിരിക്കുന്നു. മുൻകാലത്തിലെ ഇവിടെ ഭരിച്ച ആൾക്കാർക്ക് കിട്ടിയ ആദരവാണ് 3-4. ഇന്ന് ചെറുതും വലുതുമായിട്ടുള്ള രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി കൊടുത്തിട്ട് അംഗീകരിക്കുന്ന തലത്തില്
ഏത് ആദർശത്തെയാണ് അവർ പൂജിക്കുന്നത്? അവർ വ്യക്തികൾക്ക് ഇത് സംഭാവന ചെയ്തെങ്കിൽ വ്യക്തി പ്രതിദാനം ചെയ്ത ഒരു ആദർശത്തെയാണ്, ആ കരുത്തിനെയാണ് അവർ ആരാധിക്കുന്നത്. RSSനെ പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റു രാഷ്ട്രങ്ങൾ അവരെയൊക്കെ ഇത് പാഠ്യ വിഷയമാക്കുന്നു. നമുക്ക് ഒരു സമയത്ത് എതിർത്ത് നിന്ന ആൾക്കാര്, ഒരു സമയത്ത് അകറ്റി നിർത്തിയ ആൾക്കാരൊക്കെ ഇന്ന് നമ്മളെ വാരി പുണരുന്നു. അംഗീകാരത്തിന്റെ പാതയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മുടെ ദേശം നോക്കുന്ന സമയത്ത് ഇന്ന് 40ഓളം കപ്പലുകൾ നമ്മൾ തദ്ദേശീയമായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നു. അമൃതകാലം 2047 ആകുമ്പോൾ ഭാരതം വികസിത രാഷ്ട്രമാവും നമ്മൾ സങ്കല്പിക്കുന്നു. അതിന്റെ കുതിപ്പിലേക്ക് നമ്മൾ പോകുന്നു. GDP വളർച്ചയിൽ നമ്മൾ 5ാം സ്ഥാനത്താണ്. 2030 കൂടിയിട്ട് നമ്മൾ 3ാം സ്ഥാനത്തെത്തുമെന്ന് പറയുന്നു. 2047 കൂടിയിട്ട് നമ്മൾ 1ാം സ്ഥാനത്തിലേക്ക് വരുമെന്ന് പറയുന്നു. വികസന പാതയിലാണ്, വൈഭവ പാതയിലാണ്. ഏറ്റവും എഫിഷ്യൻസിയുള്ള തോക്കുകൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നു. അപ്പൊ അമേരിക്ക പോലെയുള്ള ആൾക്കാർ പറഞ്ഞു തീരുവ ഏർപ്പെടുത്തി 25%, 50% ഒന്ന് തീരുവകൾ നമുക്ക് ഏർപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ അതിനൊക്കെ ഭയക്കാത്തതിന്റെ കാര്യം നിങ്ങൾക്കറിയാമോ? ആദർശപരമായിട്ടാണ് ഒരുത്തൻ ഈ ദേശത്തിന് വേണ്ടിയിട്ട് നട്ടെല്ലെന്ന് വർത്തിയിട്ട് സംഘമെന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പിന്തുണയോട് കൂടിയിട്ട് നിവർന്ന് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവരുടെ ഭയം 2047 കൂടിയിട്ട് മുഴുവൻ ആഗോളതലത്തില് മുഴുവൻ രാജ്യങ്ങളുടെയും തലപ്പത്തേക്ക് ഭാരതം കടന്നു വരും. ഇന്നെല്ലാ വിനിമയവും നടക്കുന്ന ഡോളറിലാണ്. കുറെ കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യമുണ്ടാവും എന്നൊക്കെ അവർ സങ്കല്പിക്കണം, മുൻകൂട്ടി പ്രവചിക്കുകയാണ്. അതിനെങ്ങനെയും ഇവനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഉപരോധങ്ങളും തീരുവകളും ഒക്കെ നമ്മൾക്ക് ഏർപ്പെടുത്തുന്നത്. പക്ഷെ അതിലൊന്നും ഭയപ്പെടാതെ പതറാതെ നമ്മൾ അനുനിമിഷം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എണ്ണ തരില്ലെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പേടിച്ചില്ല, അവിടെ ചിരിച്ചതേ ഉള്ളൂ. ഭാരതത്തിന്റെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ചിരിച്ചതേ ഉള്ളൂ. നമ്മൾ മറുപടി പറയാൻ പോയില്ല. എല്ലാവരും ശനിയിൽ പോകണം, ശുക്രനിൽ പോകണം, ചൊവ്വയിൽ പോകണം, വ്യാഴത്തിൽ പോകണം, ചന്ദ്രനിൽ പോകണമെന്ന് സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ ആ സ്വപ്നത്തിനോടൊപ്പം ഒരു സ്വപ്നം നമ്മൾ താഴേക്ക് കൂടെ ചെയ്തു. മേളിലേക്ക് നമ്മൾ ഉപഗ്രഹങ്ങൾ വിടുന്നതിന്റെ കൂട്ടത്തിൽ ഈ അടുത്തിറക്കി ഒന്ന് താഴേക്കും പോയി. അതിന്റെ പേര് നൊട്ടീൽ, സമുദ്ര ഗവേഷണ പരിഗവേഷണ പേടകമാണ്. നമ്മുടെ ഭാരതത്തിന്റെ സമുദ്രത്തിനുള്ളിൽ എണ്ണയുണ്ടോ എന്ന് പരിഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കൂ. അങ്ങനെയുള്ള കണ്ടെത്തലുകൾ ഇപ്പൊ നടത്തിയിരിക്കുന്നു. ലക്ഷദ്വീപ് പ്രദേശത്തൊക്കെ ധാരാളം എണ്ണ സമ്പത്തുണ്ട്. ഇനി ഒരു സമയത്ത് നമുക്ക് ആരും എണ്ണ തന്നില്ലെങ്കിലും നമ്മൾ ആരെയും ആശ്രയിക്കാതെ ഇവിടെ നിലനിൽക്കും. നമ്മൾ കരുത്തോട് കൂടിയിട്ട് സ്വയം പര്യാപ്തമായിട്ട് നിൽക്കും. നോക്കൂ, ഈ പ്രേരണ എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത്? ഈ ആത്മവിശ്വാസം എവിടുന്നാണ് കിട്ടുന്നത്? രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കഴിഞ്ഞ 100 വർഷത്തെ പ്രവർത്തനത്തിന്റെ ഫലമാണത്. ആ പ്രേരണയാണ് ഇന്ന് ഭരണാധികാരികൾക്ക് നട്ടല്ലുയർത്തി നിന്നിട്ട് എന്ത് പ്രതിസന്ധിയെ നേരിടാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ സംഘം തുടങ്ങി, സംഘം ആരംഭിച്ചു, എതിർപ്പുകൾ, അവഗണനകള്, പരിഹാസങ്ങളൊക്കെ അവസാനിക്കുന്ന സമയത്ത് ഇന്ന് അംഗീകാരത്തിന്റെ പാതയിലാണ്. ഇന്ന് സംഘം 100ാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇന്നലെ നമ്മൾ കണ്ടു, അഭിമാനത്തോടു കൂടിയിട്ട് ഭാരതീയ സർക്കാർ ഒരു നാണയം പുറത്തിറക്കിയിരിക്കുന്നു. സ്വയം സേവകർ പ്രണാം ചെയ്യുന്ന ചിത്രം ആലേഖനം ചെയ്ത് ഭാരത് മാതാവിന്റെ പൂർണ്ണമായിട്ടുള്ള ചിത്രവും 100 രൂപയുടെ നാണയം പുറത്തിറക്കിയിരിക്കുന്നു. നോക്കൂ, നമുക്കുള്ള ആദരവിന്റെ പാതയാണിത്. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആദരവിന്റെ പാതയിലാണ് നമ്മൾ. ധാരാളം സജ്ജനങ്ങളും മറ്റു സംഘടനകളും നമ്മളെ അംഗീകരിക്കുന്നു. ആദരവിന്റെ പാതയിലാണ് നമ്മൾ. അപ്പൊ ഈ ആദരവിന്റെ പാതയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഭൗതിക അവസാനിപ്പിക്കാം. നമുക്ക് ലെവലേശം അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സാംശീകരിച്ചിട്ടുള്ള, നമ്മൾ 100 വർഷമായിട്ട് നേടിയിട്ടുള്ള ഈ ശക്തി സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സജ്ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യം രാഷ്ട്രത്തിന്റെ വൈഭവമാണ്. ഇവിടെ മതമെന്ന് പറയുന്ന വേർതിരിവില്ല. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യനും എല്ലാവർക്കും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഭാഗമാവാം. ഈ ദേശത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും കടന്നു വരാം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ. നമ്മൾ മതമെന്ന് പറയുമ്പോഴത് കേവലം ഹിന്ദു മതമെന്നുള്ളതല്ല നമ്മുടെ സങ്കല്പം. സംസ്കാരത്തെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഈ ദേശത്തിന്റെ തനത് സന്തതിയായിട്ടുള്ള സംസ്കാരം, ആർഷഭാരത സംസ്കാരം. ആ സംസ്കാരത്തിൽ അടിയൂന്നിക്കൊണ്ട് ഈ രാഷ്ട്രത്തെ മാതാവായി കണ്ടുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ വൈഭവത്തിന് വേണ്ടിയിട്ട്, ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഓരോ സ്വയം സേവകനും നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ടത്. ഇപ്പൊ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ 2047 സർക്കാർ പറഞ്ഞിരിക്കുന്നു അമൃതകാലം, രാഷ്ട്രത്തിന്റെ വികസനം പറഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മുടെ ലക്ഷ്യത്തിനുള്ളിൽ അനുനിമിഷം ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സുഖഭോഗങ്ങളൊക്കെ കുറച്ചൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ സമയം കൊടുത്തുകൊണ്ട് മുഴുവൻ സമാജത്തെയും സജ്ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. അതിന് സമാജത്തിലേക്ക് നമ്മൾ കൊടുക്കേണ്ട പഞ്ചപരിവർത്തനം എന്ന പ്രേരണാ മന്ത്രങ്ങളുടെ നമുക്കിതിന് സഹായകമാവും. കുടുംബ പ്രബോധൻ, എല്ലാ കുടുംബങ്ങളും കൂടുമ്പോൾ ഇമ്പമുള്ളതായി തീരണം.
ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളാണ്. 40% ഹിന്ദു ജനസംഖ്യയുടെ ഇടയിലെ ഡിവോഴ്സ് റേറ്റ്. സാംസ്കാരിക മൂല്യങ്ങൾ നമ്മുടെ കുടുംബത്തെ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സാംസ്കാരിക സമ്പന്നങ്ങളായിട്ടുള്ള കുടുംബങ്ങൾ ഉണ്ടാവണം. സ്നേഹസമ്പന്നമായിട്ടുള്ള സഹവർത്തിത്വം കുടുംബങ്ങളിൽ ഉടലെടുക്കണം. അത്തരം സംസ്കാരങ്ങളിലൂടെ വളർന്നു വരുന്ന സമൂഹമാണ് ഈ രാഷ്ട്ര സൃഷ്ടിക്ക് ഉതകുന്നത്. എല്ലാ കുടുംബങ്ങളും ശാക്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. സാമൂഹിക സമരസത ഉണ്ടാവണം. നോക്കൂ, ജാതി ചിന്തകളൊക്കെ നമ്മുടെയൊക്കെ മുൻകാല സാമൂഹ്യ പരിഷ്കർത്താക്കന്മാര് അവരിവിടെ അവരുടെ ജാതി വാല് മുറിച്ചും അവര് അവർണർക്ക് വേണ്ടിയിട്ട് സവർണർ ജാഥ നടത്തിയൊക്കെ ഇവിടെ പരിഹരിച്ചിട്ടുണ്ട്. ഇന്നതില്ല. പക്ഷെ ഇന്ന് നോക്കുന്ന സമയത്ത് പുതിയ ആഖ്യാനം എന്ന നിലയിൽ നമ്മുടെയൊക്കെ മുമ്പിലേക്ക് കാടനും വേടനും കാട്ടാളനും ഒക്കെ വന്നിട്ട് ചില ആഖ്യാനങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. ഇന്ന് മൊബൈൽ ഫോണിന്റെ ലോകത്ത് സംസ്കാരമില്ലാതെ ഈ ഒരു ലോകത്ത് റീൽസിന്റെ ലോകത്ത് മാത്രമായിട്ട് ജീവിക്കുന്ന കുട്ടികളുടെ ഉള്ളിലേക്ക് നീ അതല്ല ഇതല്ല, നീ അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല, അല്ലെ പലതരത്തിലുള്ള സംസാര ശൈലികളിലൂടെ കുട്ടികളിലേക്ക് ആഖ്യാനങ്ങൾ കൊടുക്കുന്നു. അപ്പൊ ഈ കാടനും വേടനും കാട്ടാളനും ഒക്കെ സ്പോൺസർഷിപ്പാണ്. ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റു ചില പ്രസ്ഥാനങ്ങൾക്ക് ഈ ഉച്ചനീചത്വം വേണം. ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ടാവണം. ഇവിടെ ഉയർന്നവനും താഴ്ന്നവനും വേണം. പക്ഷെ ഇന്ന് ഈ സമൂഹത്തിൽ അതില്ല. നിങ്ങൾ നോക്കൂ, ശബരിമലയിൽ പോയിട്ട് നിങ്ങൾ ക്യൂ നിൽക്കുന്നു, മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നു. നിങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്ന സ്വാമിയുടെ ഞോണ്ടി വിളിച്ചിട്ട് ചോദിക്കോ, സ്വാമിയുടെ ജാതി എന്താ എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ ചേർന്ന് നിൽക്കുന്നത്? നിങ്ങൾക്കറിയോ സ്വാമിയുടെ ജാതി? നിങ്ങൾ ഗുരുവായൂർ പോയിട്ട് അമ്മമാര് മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നു. വെളുപ്പാങ്കാലത്തേ പോയി നിൽക്കുകയാണ്. 4 മണിക്കേ ക്യൂ തുടങ്ങുകയാണ്. നിങ്ങൾ അടുത്തിരിക്കുന്ന ചേച്ചിയെ ഞോണ്ടി വിളിച്ച് ചോദിക്കോ, ചേച്ചിയുടെ ജാതി എന്താ? അതറിഞ്ഞിട്ട് വേണം എനിക്ക് ചേർന്ന് നിൽക്കാൻ. അങ്ങനെ ആരും ചോദിക്കാറില്ല. നിങ്ങൾ പോയി കടയിൽ പോയി ചായക്കടയിൽ പോകുമ്പോൾ നിങ്ങൾ ചായ കുടിക്കുന്ന ആളുടെ ജാതി ചോദിച്ചിട്ടാണോ ചായ കുടിക്കുന്നത്? നിങ്ങൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകാരന്റെ ജാതി ചോദിച്ചിട്ടാണ്. അപ്പൊ ജാതി ചിന്തയൊക്കെ ഏതോ കാലഘട്ടത്തിൽ അനാവശ്യമായിട്ട് നമ്മുടെ ധർമ്മത്തിനിടയിൽ കടന്നുകൂടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ആ കാലഘട്ടത്തിലെ ചില തൽപര കക്ഷികൾക്ക് ഉപകാരം ഉണ്ടായിരിക്കാം. പക്ഷെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സംഘത്തിന്റെ ഇടപെടലോടുകൂടിയിട്ട് നമ്മൾ ധാരാളം ഹിന്ദു നവോത്ഥാന പ്രവർത്തനങ്ങൾ സംഘം നേരിട്ടും അല്ലാതെയൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ ജാതി ചിന്തയില്ല. സാമൂഹ്യമായിട്ടുള്ള സമരസത മനോഭാവമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അത്തരം എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ സംഘ സ്വയം സേവർ അത്തരം കാര്യങ്ങൾ ഗൗരവപൂർവ്വം ആ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. സാമൂഹ്യ സമരസതയുടെ ഭാവങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് പടരണം. പരിസ്ഥിതിയെ ദ്രോഹിക്കരുതെന്ന് നമ്മൾ പറയും. നിരവധി റിപ്പോർട്ടുകൾ ഗാഡ്ഗിൽ കമ്മിറ്റി, ആ കമ്മിറ്റി, ഈ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് നിരവധി കമ്മിറ്റികളുടെ റിപ്പോർട്ട് വരും. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ പോയിട്ട് നിങ്ങൾ പരിസ്ഥിതിയെ ദ്രോഹിക്കരുത്, വലിയ അപകടങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒരു രാത്രി ഒന്നിച്ചുറങ്ങി അത്താഴം കടിച്ച് പരസ്പരം അടുത്ത് കിടന്നുറങ്ങിയ ആൾക്കാർ പിറ്റേന്നൊന്ന് പുലർന്ന് എണീറ്റ് കഴിഞ്ഞപ്പം അടുത്ത് കിടന്ന കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞുകൊണ്ട് ഓടുന്ന അമ്മയെ നമ്മൾ കണ്ടു വയനാട്. ഭർത്താവിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അലറിക്കരയുന്ന അമ്മമാരെ കണ്ടു, ഭാര്യമാരെ കണ്ടു. മക്കളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അലറുന്ന അമ്മയെയും അച്ഛനെയും നമ്മൾ കണ്ടു. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ഒരു പട്ടി അടുത്തിടയ്ക്ക് അവിടെ കിടന്നിട്ട് പട്ടിണി കിടന്ന് മരിച്ചുപോയി. ഈ വയനാട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി പോയതിനു ശേഷം ഒരു പട്ടി അതിന്റെ യജമാനെ നോക്കിയിട്ട് ബാക്കി എല്ലാവരും പോയ സമയത്ത് അത് അവിടുന്ന് വിട്ടുപോകാൻ തയ്യാറല്ല. ആ പ്രദേശത്ത് ആ മൺകുനയുടെ പുറത്ത് അത് കയറി കിടന്നിട്ട് ആരും ആഹാരം കൊടുത്തിട്ട് അത് കഴിക്കുന്നില്ല. നോക്കൂ, സ്നേഹബന്ധങ്ങളെയൊക്കെ അറുത്തു മുറിച്ചുകൊണ്ട് പോയപ്പോൾ കേവലം ഒരു പട്ടിക്ക് പോലും, ഒരു നായിക്ക് പോലും ഉണ്ടാകുന്ന വിഷമങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കും. അതിന്റെ യജമാനെ സ്നേഹത്തോട് കൂടിയിട്ട് അവിടെ കിടന്നിട്ട് അത് മരിച്ചുപോയി. ശരി, ഞാൻ ആ കാര്യമല്ല പറയാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞത് ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരം പോലെയാണ് പ്രകൃതിക്ക് ജീവനുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ നമ്മുടെ ശരീരം ഉണക്കുന്നത് പോലെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മുറിവുകൾ പ്രകൃതി ഉണക്കും. അത് ചിലപ്പോൾ നമ്മുടെയൊക്കെ നാശത്തോട് കൂടിയിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കണം നമ്മള്. അതുപോലെ തന്നെ നമ്മള് പൗരബോധമുള്ളവരായി തീരണം. നമ്മള് പൗരധർമ്മങ്ങൾ പാലിക്കണം. സർക്കാർ സംവിധാനത്തിൽ നമ്മുടെ ഒരു പൗരൻ പാലിക്കേണ്ട എല്ലാ ധർമ്മങ്ങളും നമ്മൾ പാലിക്കണം. നോക്കൂ, ഹെൽമെറ്റ് ഇടാതെയും പോവാം, ഹെൽമെറ്റ് ഇട്ടും പോവാം. ഹെൽമെറ്റ് ഇടാതെ പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടായാൽ തലയ്ക്ക് ഇഞ്ചുറി ഉണ്ടാവും. ചിലപ്പോൾ അത് ഗുരുതരമായാൽ മരണം വരെ സംഭവിക്കാന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലുണ്ട്. എന്നിട്ടും ഹെൽമെറ്റ് ഇടാതെ പോകുക എന്ന് പറയുന്നത് അത് ശരിയല്ല. സർക്കാർ പറയുന്നു ഈ കാര്യങ്ങൾ ചെയ്യണം, ബഹുമാനപ്പെട്ട പോലീസ് പറയുന്നു നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ആ നിയമങ്ങൾ പാലിക്കാതെ വരുന്ന സമയത്ത് നമുക്കാണ് നഷ്ടങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള എല്ലാ നിയമങ്ങളും നമ്മൾ പാലിക്കണം. പൊതുമുതലുകൾ സംരക്ഷിക്കണം.
ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു ചിന്താഗതി ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മുടെ മനസാക്ഷ്യം എടുത്ത് പറയണം. തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം, തെറ്റുകളെ എതിർക്കണം. മനുഷ്യനെ സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിയമങ്ങൾ പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അത്തരം നിയമങ്ങളിലൂടെ കടന്നു പോകാൻ സ്വയം സേവർക്ക് സാധിക്കണം. സ്വദേശി കാഴ്ചപ്പാടുണ്ടാവണം. ഒരു ചീപ്പ് മേടിച്ചാലും സോപ്പ് മേടിച്ചാലും കണ്ണാടി മേടിച്ചാലും നമ്മൾ ഇനി നോക്കണം മെയ്ഡ് ഇൻ ഇന്ത്യ ആണോ നോക്കണം. നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു, ഭാരതം സ്വദേശി കാഴ്ചപ്പാടിലേക്ക് സാധാരണപ്പെട്ട ആൾക്കാർ വരണം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ഇവിടെ തന്നെ വിപണനം ചെയ്യണം, അതിന്റെ മൂല്യങ്ങൾ ഇവിടെ തന്നെ വിനിയോഗിക്കപ്പെടണം. അങ്ങനെ രാഷ്ട്രം ഉന്നതിയിലേക്ക് എത്തണം. അപ്പൊ അത്തരം കാഴ്ചപ്പാടുകൾ നമുക്ക് ഉണ്ടാവണം. ഇങ്ങനെ പഞ്ചപരിവർത്തനം സമൂഹത്തിലേക്ക് ഈ ശതാബ്ദി കാലഘട്ടത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ വരാൻ പോകുന്ന കുറച്ച് കാര്യക്രമങ്ങളോടെ സൂചിപ്പിക്കുക. ഒന്ന്, നമ്മുടെ മഹാസമ്പർക്കം വിജയദശമിക്ക് ശേഷം ശതാബ്ദിയിൽ എന്താ സംഘം നടത്താൻ പോകുന്നത്? നിങ്ങൾ വലിയ മൈക്ക് വെച്ച് കെട്ടിയിട്ട് പരിപാടി നടത്തുന്നുണ്ടോ? നിങ്ങൾ 20 ലക്ഷം പേരുടെ പരിപാടി, നേരത്തെ 1 ലക്ഷം പേരുടെ പരിപാടി കൊല്ലത്ത് നടത്തിയില്ല, ഇപ്പൊ 20 ലക്ഷം പേരുടെ പരിപാടി നടത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചൊന്നുമില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഒന്ന് വിജയദശമിയാണ്. സമ്പൂർണ്ണ സമാജത്തിനും ആത്മവിശ്വാസം കൊടുക്കുന്ന മണ്ഡല തലത്തിലുള്ള വിജയദശമി. അതിന്റെ സംഘത്തിന്റെ ഏറ്റവും യൂണിറ്റ് തലത്തിൽ നമ്മൾ ഉള്ള ആൾക്കാരെ തൊട്ടു മുകളിലുള്ള സംവിധാനം മണ്ഡല തലത്തിലുള്ള എല്ലാവരും ശാഖകൾ ചേരുന്ന വിജയദശമിയാണ് ഇവിടെ ഇപ്പം നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ മഹാസമ്പർക്കം, ഇതിനുശേഷം ഇപ്പം നമ്മൾ നടത്താൻ പോകുന്ന മഹാസമ്പർക്കം എല്ലാ വീടുകളിലും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വ്യക്തികളിലേക്കും നമ്മുടെ സമ്പർക്കം. അതിന് മതമില്ല, മറ്റു വേർതിരിവുകളൊന്നുമില്ല. എല്ലാവരെയും സമ്പർക്കം ചെയ്യുക, എല്ലാവരെയും സജ്ജനങ്ങളായി കാണുക. അതുപോലെ ഹിന്ദു മഹാസമ്മേളനങ്ങൾ, പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന ഹിന്ദു മഹാസമ്മേളനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. സദ്ഭാവന യോഗങ്ങള്, മത അധ്യക്ഷന്മാര്, അതുപോലെ തന്നെ സ്വാമിമാര്, അതുപോലെ തന്നെ ഈ വിവിധ തരത്തിലുള്ള ജാതീയ സംഘടനയിലൊക്കെ പ്രധാനപ്പെട്ട വ്യക്തികളെ ക്ഷണിച്ചുകൊണ്ട് നമ്മൾ സദ്ഭാവന യോഗങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ബുദ്ധിജീവികളുടെ ഇടയിൽ വൈചാരിക സദസ്സ് നടത്താൻ വേണ്ടി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. യുവാക്കന്മാരുടെ ഇടയിൽ യുവ കാര്യക്രമം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ വരാൻ പോകുന്ന 6 കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ വിജയദശമിയില് ധർമ്മത്തിന് വേണ്ടിയിട്ട് സജ്ജനങ്ങൾ സംഘടിക്കണമെന്നും എപ്പോഴും സജ്ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ധാർമ്മികമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ പറഞ്ഞ പഞ്ചപരിവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് നമുക്ക് സമൂഹത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്തേ. കൃതജ്ഞത. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കോട്ടുക്കൽ മണ്ഡലത്തിന്റെ വിജയദശമി പരിപാടിയിൽ അധ്യക്ഷ പദവി അലങ്കരിച്ച ടി.പി. രാധാകൃഷ്ണൻ ചേട്ടൻ, മുഖ്യപ്രഭാഷണം ചെയ്ത കൃഷ്ണകുമാർജി, ഈ പരിപാടിയിൽ പങ്കെടുത്ത സംഘബന്ധുക്കൾ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കോട്ടുക്കൽ മണ്ഡലത്തിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. സാവധാൻ. സംഘ ഉത്തിഷ്ഠ.